ഹായ് മക്കളെ, എടാ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ഈ SSLC മാത്സിൻ്റെ ചോദ്യം ചെയ്യുമ്പം ഒരു 2 സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ സ്റ്റക്കായി പോകാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ളതാണ്. എന്തുകൊണ്ടാണ് സ്റ്റക്കാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ലേ? ചിലപ്പോൾ നമുക്ക് 2 നെഗറ്റീവ് നമ്പേഴ്സ് തമ്മിൽ കൂട്ടേണ്ടി വരും, അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ ഫ്രാക്ഷൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അത് നമുക്കറിയില്ലെങ്കിൽ നമ്മൾ അവിടെ സ്റ്റക്കായി നിൽക്കും. ഇത് നിങ്ങളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രശ്നമാണ്. ആ ഒരു പ്രശ്നം ഈ ഒരു വീഡിയോ കണ്ടു കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് സോൾവ് ആവും. ഇതെന്തുകൊണ്ട് അത്രയും ഇമ്പോർട്ടൻ്റ് എന്നറിയോ? ചിലപ്പോൾ ഒരു 5 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്, ചിലപ്പോൾ അതിൽ 5 ഉപചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതിൽ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ആൻസർ നമുക്ക് അറിയാണ്ടിരിക്കുക. അത് കിട്ടിയാൽ മാത്രമേ 2, 3, 4 നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ മാത്സ് ബേസിക്സ് അറിയാത്തതുകൊണ്ട് നമ്മൾ 5 മാർക്ക് അങ്ങോട്ട് പോകും. ഒരു SSLC വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം മാത്സിൽ A+ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫുൾ A+ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ, ഈ മാത്സ് ബേസിക്സിൽ നിങ്ങൾക്കത് പോകാനുള്ള ചാൻസ് കുറവാണ്. പക്ഷേ ഇന്നത്തോടുകൂടി ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ മാത്സ് ബേസിക്സ് SSLC എന്നല്ല നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ സെറ്റാവും. കാരണം എന്താ, സാധാരണ നിങ്ങൾക്ക് കിട്ടുന്ന ഏതൊരു മാത്സ് ക്ലാസ് പോലെയേ അല്ല. ഒന്നാമതായിട്ട് നിങ്ങൾക്ക് വേണ്ട മുഴുവൻ മാത്സ് ബേസിക്സും ഈ ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ തരുന്നുണ്ട് എന്ന് മാത്രമല്ല, ചുമ്മാ ക്ലാസ്സും തന്നങ്ങോട്ട് വിടുകയല്ല ചെയ്യുന്നത്. ഓരോ സെറ്റ് കഴിയുമ്പോഴും നിങ്ങൾക്ക് നമ്മൾ എന്ത് തരുന്നുണ്ട്? നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്, അതിൻ്റെ ഉത്തരങ്ങൾ നമ്മൾ അവിടെ തരുന്നുണ്ട് എന്ന് മാത്രമല്ല, ഇതെവിടെയാണ് ഒരു SSLCക്ക് ചോദിക്കാനടക്കമുള്ള SSLCക്ക് ചോദിച്ച ചോദ്യം ഈ ബേസ് ആവശ്യമുള്ളത് എന്ത് ചെയ്തു തരും? നമ്മൾ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നതായിരിക്കും. സോ ആ ഒരു രീതിയിൽ നിങ്ങൾ അവസാനം വരെ കാണാം എന്ന് മാത്രമല്ല, ഈ പ്രശ്നമുള്ള മുഴുവൻ ഫ്രണ്ട്സിനും എന്ത് ചെയ്യണം? നിങ്ങൾ ഈ വീഡിയോ ഉറപ്പായിട്ടും ഷെയറും ചെയ്യണം കേട്ടോ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് നിയമങ്ങളുണ്ട്. ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത് ഇതെന്താണ്? നിങ്ങളുടെ മുഴുവൻ ബേസിക്സും ഇവിടെ നമ്മൾ തീർക്കും. നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട്, ഡെസിമൽസ് ദശാംശങ്ങളുണ്ട്, ഫ്രാക്ഷൻസ് ഭിന്നസംഖ്യ, അങ്ങനെ എല്ലാ സാധനമുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന പോർഷൻസ്, ഉദാഹരണത്തിന് നെഗറ്റീവ് നമ്പർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല. സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നതിന് ഒരു കുഴപ്പമില്ല. രണ്ടാമത്തെ ഈ മുഴുവൻ വീഡിയോസും ഒറ്റ ഇരിപ്പിന് നിങ്ങൾ കാണണമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ചിലപ്പോൾ ഒരു ടോപ്പിക്ക് കണ്ട് ഒരു ബ്രേക്ക് എടുത്ത് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് ബ്രേക്ക് എടുത്തിട്ട് എന്ത് ചെയ്യാം? അടുത്ത ടോപ്പിക്കിലേക്ക്, വല്ല 2 ടോപ്പിക്ക് ആദ്യം കാണാം, അടുത്ത 2 ടോപ്പിക്ക് നാളെ കാണാം. അങ്ങനെ ഒന്നും ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ മുഴുവനും ചെയ്യണമെന്ന് മാത്രം പോർഷൻ ബൈ പോർഷൻ നിങ്ങൾക്ക് പഠിക്കുന്നതിന് കുഴപ്പമില്ല. ഇനി അടുത്തത്, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ട് ഓരോ ടോപ്പിക്ക് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എവിടെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ ക്വസ്റ്റ്യൻ ഉണ്ടോ അവിടെയൊക്കെ നിങ്ങളത് ചെയ്യാതെ സ്കിപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണണ്ട, നിങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടാവണമെന്നില്ല. സോ അത് ചെയ്തുകൊണ്ട് മാത്രം കാണാം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? ഒരു പെന്നും പേപ്പറും ഇത് കാണുന്നതിൻ്റെ കൂടെ തന്നെ കയ്യിൽ കരുതാം. ഓക്കെ, അത് മസ്റ്റാണ്. അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യാണ്? ഈ പഠിച്ച കൺസെപ്റ്റുകൾ എവിടെയാണ് SSLCക്ക് അപ്ലൈ ചെയ്യാന്നുള്ള ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷെ ആ ചോദ്യം ചെയ്യണം. ഇപ്പോൾ ഉദാഹരണത്തിന് ജോമെട്രി ആൻഡ് ആൾജിബ്രയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളത് പഠിച്ചിട്ടില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. ഇനി നിങ്ങൾ പഠിക്കാത്ത ചാപ്റ്ററാണ്, നമുക്ക് അന്നേരം എത്തുമ്പോൾ അത് ക്ലിയർ ചെയ്തോളും. സോ അത് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ല, ടെൻഷൻ അടിക്കേണ്ട. കാരണം എന്താ, ഇനിയും സമയമുണ്ടല്ലോ SSLC എക്സാമിന്. ആ സമയത്ത് നമുക്ക് പഠിച്ച് സെറ്റ് ചെയ്യാം. ആൻഡ് ലാസ്റ്റ് തിങ് എന്ന് പറയുന്നത്, ഞാൻ പല പോയിന്റിലും എന്ത് ചെയ്യും? കമൻറ്റ് ചെയ്യണം, ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുന്നൊക്കെ പറയും. അപ്പോൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? നിങ്ങൾ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതൊരു സയൻറ്റിഫിക് ലേണിംഗ് പ്രോസസ്, ഒരു ശാസ്ത്രീയമായ പഠന രീതിയാണ് കേട്ടോ. അപ്പോൾ അതെന്ത് ചെയ്യുക? നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് അങ്ങോട്ട് വിടുക. ഓക്കെ അല്ലേ? അപ്പം ഈ 5 റൂളുകളും നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ നമ്മൾ തുടങ്ങാൻ പോവാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം തന്നെ കമൻറ്റ് ചെയ്യുക, റെഡിയാണ് സാറേ എന്നുള്ളത്. ഈ 5 റൂളും പഠിക്കാനല്ല, പാലിക്കാൻ റെഡിയാണെങ്കിൽ ജസ്റ്റ് ഐ ആം റെഡി എന്നുള്ളൊരു കമൻറ്റ് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം? തുടങ്ങാം. ഓക്കെ, റെഡിയാണല്ലോ? ഇവിടെ നമ്മൾ ആദ്യത്തെ മാത്സ് ബേസിക്സ് എന്ന് പറയുന്നത്, സാറേ നെഗറ്റീവ് നമ്പേഴ്സ് എന്താണ്? നമ്മൾ സെറ്റാക്കാൻ പോകണം. അഡിഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും ഒക്കെ പഠിക്കും. ഏറ്റവും ഫസ്റ്റ് 2 നെഗറ്റീവ് നമ്പറുകൾ എങ്ങനെ കൂട്ടുക എന്നുള്ളതാണ്. ആദ്യം നമുക്കിതിൻ്റെ അഡിഷൻ പഠിക്കാം, നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ. അതായത് നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പം ഇങ്ങനെ ഒരു ചോദ്യം, ഉദാഹരണത്തിന് -4 + -3. അതായത് ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? 2, ഇതും ഒരു നെഗറ്റീവ് നമ്പറാണ്, ഇതും ഒരു നെഗറ്റീവ് നമ്പറാണ്. ചുരുക്കി പറഞ്ഞാൽ 2 നെഗറ്റീവ് നമ്പറുകൾ തന്നെയാണ് നമ്മളോട് ആഡ് ചെയ്യാൻ ചോദിച്ചത്. വേറൊരു കേസിൽ എങ്ങനെയായിരിക്കും? 4 + -3 എന്നായിരിക്കും. അതായത് ഇതൊരു പോസിറ്റീവ് നമ്പറാണ്, ഇതൊരു നെഗറ്റീവ് നമ്പറാണ്, ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും, ഇതിൻ്റെ എല്ലാ കോമ്പിനേഷൻസും വരും അല്ലേ? അപ്പം അഡിഷൻ്റെ റൂൾ എന്താ വെച്ചാൽ, നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് ആഡ് ചെയ്യാൻ തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ സൈന് നോക്കുക. ഒരേ സൈനാണ് അതിൻ്റെതെങ്കിൽ, ഇപ്പം ഈ കേസിൽ 2ഉം നെഗറ്റീവാണ്, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? ഈ നമ്പറുകൾ തമ്മിൽ അങ്ങ് കൂട്ടുക. 4 + 3 എത്രയാണ് വരിക? 4 + 3 എത്രയാണ് വരിക? 7 ആണ് അല്ലേ? എന്നിട്ട് ഈ നമ്പേഴ്സിൻ്റെ ആ സെയിം ആയിട്ടുള്ള സൈൻ ഏതാന്ന് നോക്കാം. 2ഉം നെഗറ്റീവാണ്. അപ്പോൾ എന്താണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്? -7 ആണ്.
അപ്പൊ സാറേ രണ്ടും ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിലോ, ഒന്ന് പ്ലസും ഒന്ന് മൈനസും ആണെങ്കിലോ, ഇത് 4 + -3 എന്ന് മാത്രമല്ല കേട്ടോ വരിക, -4 + 3 എന്നുള്ളതുണ്ട്. ഇവിടെ ഇതെന്താണ്? ഇത് നെഗറ്റീവ് നമ്പറാണ്, ഇത് പോസിറ്റീവ് നമ്പറാണ് സാർ. അപ്പൊ ഇങ്ങനത്തെ കേസിൽ എന്താ ചെയ്യുക? അതായത് നമുക്ക് ആഡ് ചെയ്യേണ്ടത് നമ്പേഴ്സിൻ്റെ സൈന് ഓപ്പോസിറ്റ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ വലിയ നമ്പറിൽ നിന്നും ചെറിയ നമ്പർ കുറക്കുക, വലിയ നമ്പറിൽ നിന്നും ചെറിയ നമ്പർ കുറക്കുക. അപ്പം എന്താ സംഭവിക്കുക? ഇവിടെ ഏതാ വലുത്? 4 ആണ് അല്ലേ? 4ൽ നിന്നും ചെറിയ നമ്പർ ആയിട്ടുള്ള 3 കുറക്കുക. അപ്പം എത്ര? 4 - 3 എത്രയുടെ വരെ? ആൻസർ 1 ആണ്. എന്നിട്ട് എന്ത് ചെയ്യണം? വലിയ നമ്പറിൻ്റെ സൈൻ ഏതാണോ അതങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. വലിയ നമ്പറിൻ്റെ സൈൻ ഏതാണോ അതങ്ങോട്ട് എടുത്താൽ. ഇവിടെ ഏതാണോ വലിയ നമ്പർ? 4 ആണ്. 4ൻ്റെ സൈൻ എന്താ? പോസിറ്റീവാണ്. സോ ആൻസർ ഈസ് +1 ആണ്. അങ്ങനെയാണ്. ഇത് നിങ്ങൾ വെറുതെ ഒന്ന് ചെയ്ത് നോക്ക്, ഇതൊന്ന് വെറുതെ ഒന്ന് ചെയ്ത് നോക്കി, ആൻസർ കമൻറ്റ് ചെയ്തോട്ടോ. ഞാൻ ഇനി കുറേ എക്സാമ്പിൾസ് ഒക്കെ കാണിച്ചു തരുന്നുണ്ട്. ഇവിടെയും എന്താണ്? ഒരു മൈനസ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറാണ് ആഡ് ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യും? വലുതിൽ നിന്ന് ചെറുത് കുറക്കും. 4ൽ നിന്നും 3 കുറച്ചാൽ 1 കിട്ടും. എന്നിട്ട് എന്തിൻ്റെ സൈനാണ് ഈ 1ന് കൊടുക്കേണ്ടത്? വലുതിൻ്റെ സൈന് കൊടുക്കണം, അഥവാ -1 ആയിരിക്കും ആൻസർ. ഇതാണ് റൂള്. അതായത് ഒരേ സൈനാണെങ്കിൽ രണ്ടും അങ്ങോട്ട് ആഡ് ചെയ്തിട്ട് ആ സൈൻ അങ്ങോട്ട് കൊടുക്കുക. ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിലോ വലുതിന്ന് ചെറുത് കുറക്കുക, എന്നിട്ടോ വലുതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. കുറച്ച് ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തു തരാം. നോക്കിക്കോ. -3 + 5. ആദ്യം എന്താണ് ഞാൻ ചെയ്യേണ്ടത്? സൈന് നോക്കുക. ഇത് മൈനസ് ആണ്, ഇത് പ്ലസ് ആണ്. അപ്പോൾ എന്താണ്? ഓപ്പോസിറ്റ് സൈനുകളാവുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യണം? വലുതിന്ന് ചെറുത് കുറക്കണം. 5ൽ നിന്നും 3 കുറച്ചാൽ ആൻസർ 2 ആണ്. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ചെയ്യേണ്ടത് വലുതിൻ്റെ സൈന്. ഇവിടെ പ്ലസ് ഇല്ലെങ്കിൽ ഇത് പ്ലസ് ആണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ +2 ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? പ്ലസ് ഇടണ്ട, ജസ്റ്റ് 2 മാത്രം ഇട്ടാൽ മതി. ഇനി -4 + -6ൻ്റെ കേസിലോ രണ്ടും നെഗറ്റീവാണ്, ഒരേ സൈനാണ്. അപ്പോൾ രണ്ടും ആഡ് ചെയ്യുന്നു. 4 + 6 10 കൊടുക്കുന്നു. എന്നിട്ടോ ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള സൈനായിട്ടുള്ള നെഗറ്റീവ് കൊടുക്കുന്നു. ഓക്കെ. അടുത്തതോ 2 + -3. ഓപ്പോസിറ്റ് ആണ് അല്ലേ? ഇത് പ്ലസ് ആണ്, ഇത് മൈനസ് ആണ്. അപ്പോൾ വലുതെന്ന് ചെറുത് കുറച്ചാൽ 3 - 2 1 ആണ്. എന്നിട്ട് എന്താണ് സൈന് കൊടുക്കേണ്ടി വരിക? സൈൻ എന്താ കൊടുക്കേണ്ടി വരിക? വലിയ 3യുടെ സൈന് -1. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി അടുത്തത് നോക്കടാ. ഇവിടുത്തെ കേസിലോ -5 + 7. -5 + 7 എന്ന് പറഞ്ഞാൽ വീണ്ടും എന്താണ്? ഓപ്പോസിറ്റ് സൈനാണ് എന്ന് മാത്രമല്ല, ഓപ്പോസിറ്റ് സൈൻ എന്ന് മാത്രമല്ല അല്ലേ? അപ്പം എന്താ? വലുതെന്ന് ചെറുത് കുറക്കുന്നു. 7ൽ നിന്ന് 5 കുറച്ചാൽ 2 ആൻസർ കിട്ടുന്നു. വലുതിൻ്റെ സൈന് 2 അല്ല, വലുതിൻ്റെ സൈന് പോസിറ്റീവാണ്. അപ്പോൾ പോസിറ്റീവ് നമ്മൾ ഇടേണ്ട ആവശ്യമില്ല, 2 എന്ന് കൊടുക്കുക അല്ലേ? ഓക്കെ. ഇനി -2 + -1 രണ്ടും ഒരേ സൈനാണ്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നു. 2 + 1 3 ആണ്. എന്നിട്ട് സെയിം സൈനായിട്ടുള്ള -3 കൊടുക്കുന്നു. ഇനിയോ 4 + 3. അയ്യ സാർ, ഇത് സെയിം 7 അല്ലേ? നമ്മൾ ഇതൊന്നും പഠിക്കേണ്ട. ശേഷം നിങ്ങൾ ആ ലോജിക്ക് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് +4 ആണ്, ഇതും +4 ആണ്. അപ്പോൾ രണ്ടും ഒരേ സൈനാണ്. ഒരേ സൈന് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്താണ്? 7 കിട്ടുന്നു. എന്നിട്ട് ആ കോമൺ സൈനായിട്ടുള്ള 4 + ഇടും. അപ്പോൾ 7 4 + 3 = 7. നിങ്ങൾ എങ്ങനെ ചെയ്താലും ഒരു ആൻസർ കിട്ടും. അതാ മാത്സിൻ്റെ ബ്യൂട്ടി. മനസ്സിലായി? ഇത്രയേ ഉള്ളൂ എന്ത്? നെഗറ്റീവ് നമ്പറിൻ്റെ അഡിഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോന്നും നമ്മൾ പഠിപ്പിച്ചു തരും. അപ്പോൾ എന്താണ്? ഇത് നിങ്ങൾക്കുള്ള ചോദ്യമാണ്. വേഗം എന്ത് ചെയ്തോ? വീഡിയോ പോസ് ചെയ്തോ, നോട്ട്ബുക്ക് എടുക്കുക, ചെയ്യുക. പോസ് ചെയ്യണം. ഞാനിപ്പോൾ ആൻസർ കാണിക്കും. എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഇത് ശരിയാണോ നോക്കുക. ഇത് ശരിയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് 7th സ്ലൈഡിൽ എത്ര എണ്ണം കറക്റ്റ് ആണെന്നുള്ളത്. 5 എണ്ണം ശരിയാണേ. 6 ചോദ്യങ്ങളുള്ളത്. 5/6 കറക്റ്റ് എന്ന് എഴുതിക്കോ. 5/6 6/6 ആണ്. 6/6 കറക്റ്റ് എഴുതാം. ഇത്രയേ ഉള്ളൂടാ മാത്സിൻ്റെ കാര്യം. നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കി. ഇനി ഇങ്ങനെയുള്ള എനിക്കൊന്ന് ഇത് മാക്സിമം ഈ വീഡിയോയുടെ മൊത്തം ഡ്യൂറേഷൻ 1.5 മണിക്കൂർ ഉണ്ടാവില്ല. അപ്പോൾ ആ സമയം കൊണ്ട് എന്താണ്? നിങ്ങളെ മുഴുവൻ കാര്യങ്ങൾ എന്ത് ചെയ്തു തരും? നമ്മൾ പഠിപ്പിച്ചു തരും. ഇങ്ങനെ ചെയ്താൽ പഠിക്കാം. അപ്പോൾ എന്ത് ചെയ്യാം? അടുത്തതിലേക്ക് പോകാം. അടുത്ത എന്താ? നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ സബ്ട്രാക്ഷൻ. നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ സബ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ 2 സ്റ്റെപ്പാണ്. ഓക്കെ, 2 സ്റ്റെപ്പ്. ആദ്യത്തെ സ്റ്റെപ്പ് ഇപ്പം നമ്മൾ പഠിച്ചതും, ആദ്യത്തെ സ്റ്റെപ്പ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇപ്പം നമ്മൾ പഠിച്ചത് എന്താ ഞാൻ കാണിച്ചു തരാം. ഉദാഹരണത്തിന് -4 -7 ആണെന്ന് വിചാരിച്ചോ. അതായത് ഇവിടെ എന്താണ്? 2 നെഗറ്റീവ് നമ്പറുകൾ സബ്ട്രാക്ട് ചെയ്യണം. ഇവിടെ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ മൈനസ് എന്ത് ചെയ്യണം? നമുക്ക് ഇത് പ്ലസ് ആക്കി മാറ്റണം. ഇതൊക്കെ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ മനക്കണക്കായിട്ട് വരും കേട്ടോ. ചെയ്ത് നിങ്ങൾക്ക് മനക്കണക്കായിട്ട് വരും. അപ്പം എന്ത് ചെയ്യാം? ഇതിൻ്റെ സൈൻ ഒന്നും ചെയ്യണ്ട, ഇത് അതേപോലെ ഇടുക. -4. ഈ മൈനസിനെ നമ്മൾ എന്ത് ചെയ്യണം? പ്ലസ് ആക്കണം. എന്നിട്ടോ അങ്ങനെ ചുമ്മാ അങ്ങ് പ്ലസ് ആക്കാൻ പറ്റും. അതിൽ പ്രത്യേകിച്ച് അറിയാം. ഇതെന്താ സാറേ മൈനസ് പ്ലസ് ആക്കാൻ പറ്റൂലല്ലോ. അപ്പം എന്ത് ചെയ്യണം? ഇവിടെ ഉള്ള നമ്പർ ഉണ്ടല്ലോ, അയാളുടെ നമ്പർ നമ്മൾ അങ്ങോട്ട് ഇടങ്ങാറാക്കണം. എന്താ വെച്ചാൽ
ഇത് -7 അല്ലേ ഉള്ളത്, അത് നേരെ ഉൾട്ടിയാക്കുക. എന്താണോ ഈ രണ്ടാമത്തെ നമ്പറിൻ്റെ സൈന് അത് നേരെ ഓപ്പോസിറ്റ് ആക്കുക. ഇത് +7 ആണെങ്കിൽ നമ്മൾ -7 ആക്കിയനെ, ഇത് -7 ആയതുകൊണ്ട് നമ്മൾ എന്താണ് +7 ആക്കും. സർ അപ്പം ആൻസർ കിട്ടിയിട്ടില്ലല്ലോ. ആൻസർ കിട്ടൂലല്ലോ. ഈ സ്റ്റെപ്പ് നമ്മൾ ഇതെങ്ങനെയാണ് ചെയ്യുക? ഇതിപ്പം നമ്മൾ പഠിച്ചിട്ടേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് അറിയാലോ. അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചാൽ എന്താ ചെയ്യേണ്ടത്? എന്താ അവിടെ ചെയ്യേണ്ടത്? അതന്നെ എന്താ തന്നെ ഇത് പ്ലസ് ആയടാ. ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറും ആഡ് ചെയ്യുന്ന റൂൾ എന്തായിരുന്നു? വലുതെന്ന് ഓപ്പോസിറ്റ് സൈൻ ആണ്. അപ്പോൾ വലുതെന്ന് ചെറുത് കുറക്കുക. 7 - 4 = 3 ആണ്. പിന്നെയോ വലുതിൻ്റെ സൈന് കൊടുക്കുക +7ൻ്റെ ഇത്. ഈ സൈനിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക വേണ്ട കേട്ടോ. ഇവിടെയുള്ള സൈൻ എന്താണ്? 7 പ്ലസ് ആണ്. അപ്പോൾ +3 അഥവാ 3 ആണ് ആൻസർ. അതായത് -4 - -7 = 3 ആണ് ആൻസർ. സ്വപ്നത്തിൽ പോലും നമ്മൾ വിചാരിക്കും ഇതാണ് കറക്റ്റ്. ഇതുവരെ നമ്മൾ പഠിച്ചിട്ടില്ല ഇതാണ് ആൻസർ. നമ്മൾ സ്വപ്നത്തിൽ വിചാരിക്കും അല്ലേ? ശരിയല്ലേ? ഇതൊക്കെ എത്രയാ നമ്മളുടെ സ്ലോപ്പൊക്കെ കണ്ടുപിടിക്കാൻ എത്ര ചോദ്യങ്ങൾ ഇങ്ങനെ വന്നിട്ടുള്ളതെന്നോ. മനസ്സിലായില്ല എന്താ സ്റ്റെപ്പ് എന്നുള്ളത്? ഒന്നും കൂടെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇനിയിപ്പോൾ ഇങ്ങനത്തെ കേസിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, നിങ്ങളൊന്ന് പോസ് ചെയ്യുക, ഒന്ന് റീവൈൻഡ് ചെയ്ത് കേട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന എക്സാമ്പിൾ ഒന്നും കൂടെ കണ്ടു, അപ്പോൾ നിങ്ങൾക്ക് അത് കത്തും. ഇവിടെ നമ്മൾ 2 സ്റ്റെപ്പായിട്ടാണ് ഇത് ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് 2 സ്റ്റെപ്പായിട്ടാണ്. ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ സ്റ്റെപ്പിൽ ഈ മൈനസ് ഒഴിവാക്കണം. ഈ മൈനസ് പ്ലസ് ആക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ -7 എന്താ, ഇതിൻ്റെ സൈൻ എന്താണ്? അത് നേരെ ഉൾട്ടിയാവും. ഇത് പ്ലസ് ആയി മാറും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അഡീഷൻ്റെ റൂളാണ്. ക്ലിയർ അല്ലേ? കുറച്ച് ചോദ്യം ഞാൻ ചെയ്തു തരാം. എന്നിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാം. നോക്കിക്കോ. 2 - 5. 2 - 5ൽ ഇതും പോസിറ്റീവാണ്, ഇതും പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ മൈനസ് ഒഴിവാക്കണം. പക്ഷേ ഇതിലൊരു മാറ്റവും വരുത്തണ്ട, അത് 2 തന്നെയാണ്. ഈ മൈനസ് ഞാൻ പ്ലസ് ആക്കി മാറ്റും. അപ്പോൾ എന്താ? ഈ +5 എന്തോ ആയി മാറും? -5 ആവും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അതായത് ഇത് +5 ആയതുകൊണ്ട് ഈ മൈനസ് ഞാൻ പ്ലസ് ആക്കിയപ്പോൾ, ഈ മൈനസ് ഞാൻ ഇവിടെ ഇങ്ങനെ പ്ലസ് ആക്കിയപ്പോൾ എന്ത് സംഭവിക്കും? ഈ പ്ലസ് മൈനസ് ആയി മാറും. അപ്പോൾ 2 + -5 നമ്മളുടെ റൂൾ എന്തായിരുന്നു? റൂൾ എന്താ വരിക? യെസ്, ഓപ്പോസിറ്റ് സൈനാണ്. വലുതെന്ന് ചെറുത് കുറക്കുന്നു 3. പിന്നെന്താ? വലുതിൻ്റെ സൈന് -3 കൊടുക്കുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്ത നോക്ക്. 1 - -3. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഈ 1 അതേപോലെ എഴുതുന്നു. ഈ മൈനസ് ഞാൻ പ്ലസ് ആക്കുന്നു. -3 എന്തായി മാറും? +3 ആയി മാറും. 1 + 3 എന്ന് പറഞ്ഞാൽ എത്രയാടാ? 4. അത് തന്നെയാണ് ആൻസർ. 1 + 3 എത്രയാ? 4 ആണ് ആൻസർ. സിമ്പിളാ. ഇനി ഇതൊന്ന് ചെയ്ത് നോക്ക്. -8 - -1. ഈ -8 ഒരു മാറ്റം വരുത്തില്ല, അതേപോലെ ഇടുന്നു. ഈ മൈനസിനെ ഞാൻ എന്ത് ചെയ്യുന്നു? പ്ലസ് ആക്കി ഇടുന്നു. -1 പിന്നെ എന്തായി മാറും? സൈൻ ഉൾട്ടിയാവും. -1 വെറും 1 ആയി മാറും. അപ്പം എന്താണ്? -8 + 1 ഓപ്പോസിറ്റ് സൈനുകളാണ് വരുന്നത്. അപ്പം എന്താ? ഇങ്ങനെ അല്ലേ? വലുതെന്ന് ചെറുത് കുറക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? വലുതെന്ന് ചെറുത് കുറക്കുന്നു. അപ്പോൾ 8 1 ഓർത്ത് 7. വലുതിൻ്റെ സൈൻ ഇടുന്നു -7. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അപ്പോൾ എന്ത് ചെയ്തോ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ -1 എപ്പോഴും പ്ലസ് ആയി മാറും. 1 + 7 ആയി മാറും. അല്ല, -1 + 7 ആയി മാറും കേട്ടോ. അതൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് ശീലമായിക്കോളും. അന്ന് ഇവിടെ ബൈ ഹാർട്ട് പഠിക്കണം, ചെയ്ത് അങ്ങോട്ട് ശീലമായിക്കോളും. അപ്പോൾ എന്താണ് അടുത്ത നോക്കാം. -1 - -7 ആണ്. ആദ്യം -1 അതേപോലെ തന്നെ എഴുതുന്നു. ഈ മൈനസിനെ ഞാൻ പ്ലസ് ആക്കുന്നു. ഈ -7 എന്താവും? +7 ആയി മാറും. അപ്പോൾ -1 + 7 ആണ്. വലുതെന്ന് ചെറുത് കുറക്കുന്നു. 6 ആണ് വലുതിൻ്റെ സൈൻ അല്ലേ? അപ്പോൾ +6 ആൻസർ. +6. ഇനി മൂന്നാമത്തതോ അല്ല അഞ്ചാമത്തതോ -3 - 7. അപ്പം എന്ത് വരും? -3 അതേപോലെ എഴുതുന്നു. ഈ മൈനസ് ഞാൻ പ്ലസ് ആക്കുന്നു. ഈ 7 എന്താണ്? -7 ആക്കുന്നു. അപ്പോൾ -3 + -7 എന്ന് പറയുമ്പോൾ -10. -3 + -7 എന്ന് പറയുമ്പോൾ -10. ആൻഡ് ഏറ്റവും അവസാനം 9 - 3 ആണ്. നമുക്ക് ഇതിൻ്റെ ആൻസർ അറിയാം 6 ആണെന്നുള്ളത് അല്ലേ? പക്ഷെ നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിച്ച് ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. നമ്മൾ 9 അതേപോലെ ഇടുന്നു. ഇത് നിങ്ങൾ ചെയ്യണമെന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ലോജിക്ക് കറക്റ്റ് ആണെന്നാ. 9 അതേപോലെ ഇടുന്നു. ഈ മൈനസ് ഞാൻ പ്ലസ് ആക്കി മാറ്റുന്നു. അപ്പോൾ ഈ 3 എന്തായി മാറും? -3 ആയി മാറും. 9 + -3 ഓപ്പോസിറ്റ് സൈനാണ്. അപ്പോൾ വലുതെന്ന് ചെറുത് ഓർക്കുന്നു. വലുതിൻ്റെ സൈൻ ഇടുന്നു. അപ്പോൾ 6 തന്നെ ആണ് അത് ആൻസർ. മനസ്സിലായില്ല? ഇത്രയേ ഉള്ളൂ സബ്ട്രാക്ഷൻ. 2 സ്റ്റെപ്പ് ഉണ്ടെന്നേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഇതിനേക്കാളും എളുപ്പമാണ്. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് സബ്ട്രാക്ഷനിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ വീഡിയോ പോസ് ചെയ്തോ ചെയ്യുക. ആൻസർ ഇതാ ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകണം. ആൻസർ കാണിക്കാൻ പോകുന്നത് പോസ് ചെയ്താണ്. ചെയ്ത് കഴിഞ്ഞിട്ടാണ് പോസ് ഒഴിവാക്കാവുള്ളൂ. യെസ്, ഇതാണ് നമ്മളുടെ ആൻസർ. ഇത് -7 തന്നെ കേട്ടോ. കളർ മാറിപ്പോയതാ. ഓക്കെ, റൈറ്റ്. ഇതിൽ ഏതോ ഒരു ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടല്ലോ. 9 - 3 6. ഓക്കെ, റൈറ്റ്.
റൈറ്റ് ശരിയല്ലേ? ക്ലിയർ അല്ലേ? അപ്പം എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് സ്ലൈഡ് 11 എന്താണ്, എത്ര ഔട്ട് ഓഫ് 6 ആണ്? 6 ചോദ്യങ്ങളാണല്ലോ, 6 ഔട്ട് ഓഫ് 6 ആണ്, 6 എണ്ണം അല്ലെ, 5 ഔട്ട് ഓഫ് 6 എന്ന് കമൻറ്റ് ചെയ്യട്ടോ. കാരണം നമ്മൾ എന്ത് ചെയ്യണം, ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകണം. ഇനി അടുത്തത് നമ്മളെന്താ, മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഞാനൊരു എക്സ്പെക്റ്റേഷൻ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും അറിയാമെന്നുള്ളത്, അത് ഗുണിക്കലും ഹരിക്കലും അറിയാമെന്നുള്ളത്. നിങ്ങൾക്ക് അറിയില്ല എന്നാണെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ അറിയില്ല സാറേ മൾട്ടിപ്ലിക്കേഷൻ അറിയില്ല, അല്ലെ ഗുണനം അറിയില്ല, അല്ലെ ഹരണം അറിയില്ല എന്ന് നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ കുറേ കമൻറ്റുകൾ വരികയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എന്ത് ചെയ്യാം, അതും കൂടെ ചെയ്തു തരാം. ഓക്കെ, ഞാനത് നിങ്ങൾ അറിയാവുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, പക്ഷേ കുറേ കുട്ടികൾക്ക് അറിയാത്തുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം കമൻറ്റ് എത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, മാക്സിമം ഇതൊന്നും അറിയാത്ത കുട്ടികളിലേക്ക് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. ഏറ്റവും കൂടുതൽ കമൻറ്റ് ഏതിനാണോ, മൾട്ടിപ്ലിക്കേഷൻ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ അല്ലെ ഡിവിഷൻ, വേഗം നമ്മൾ എന്ത് ചെയ്തു തരും. ഈ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും നെഗറ്റീവ് നമ്പേഴ്സിനെ ഒറ്റയടിക്ക് പഠിക്കുക കേട്ടോ. അത് നമ്മളെ കേസിൽ എന്താ, നമ്മളെ കേസിൽ 2 നെഗറ്റീവും പോസിറ്റീവ് നമ്പർ ഒന്നുകിൽ 2ഉം പോസിറ്റീവ് മൾട്ടിപ്ലൈ ആയിരിക്കും, അല്ലെ 2ഉം നെഗറ്റീവ് ആയിരിക്കും അല്ലേ. ഡിവിഷൻ്റെ കേസിൽ ഇത് തന്നെയാണ് കേട്ടോ റൂള്, ഡിവിഷൻ്റെ കേസിൽ ഇത് തന്നെയാണ് റൂള്. അല്ലെങ്കിൽ എന്തായിരിക്കും, ആദ്യത്തേത് പോസിറ്റീവും രണ്ടാമത്തെ നെഗറ്റീവ് ആയിരിക്കും, അല്ലെങ്കിലോ ആദ്യത്തെ നെഗറ്റീവും രണ്ടാമത്തെ പോസിറ്റീവും. ഈ 4 കേസ് മാത്രമല്ലടാ നമുക്ക് വരാൻ പോകുന്നത്, ഈ 4 കേസല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് നമ്പേഴ്സുകൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിലും ഡിവൈഡ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം എന്ത് ചെയ്യുക, അതിൻ്റെ സൈനൊക്കെ അങ്ങോട്ട് മറക്കുക. എന്നിട്ട് ആ 2 നമ്പേഴ്സ് ഗുണിക്കുകയാണെങ്കിൽ ഗുണിക്കുക, ഹരിക്കുകയാണെങ്കിൽ ഹരിക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, എന്നിട്ട് നമ്മൾ റൂള്, അതായത് 2ഉം ഒരേ നമ്പർ ആണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് -4 × -2 ആണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ സൈനുകളൊക്കെ മറന്നുകൊണ്ട് 4 × ചെയ്യുന്നു 8 ആണ്. പിന്നെയാണ് നമ്മൾ റൂൾ അപ്ലൈ ചെയ്യേണ്ടത്, ഏത് സൈന് കൊടുക്കണം, ഏത് സൈനാണ് കൊടുക്കേണ്ടി വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2ഉം പോസിറ്റീവ് ആണെങ്കിൽ, ഓക്കെ 2ഉം പോസിറ്റീവ് ആണെങ്കിലോ അല്ലെങ്കിൽ 2ഉം നെഗറ്റീവ് ആണെങ്കിൽ, ചുരുക്കി പറഞ്ഞാൽ 2ഉം ഒരേ സൈനാണെങ്കിൽ നമ്മളുടെ ആൻസറും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ കേസ് 2ഉം നെഗറ്റീവ് ആണെങ്കിൽ ആൻസർ ഈസ് +8 ആണ്. ഇനി 2ഉം ഓപ്പോസിറ്റ് സൈനുകളാണ്, ഒന്നൊരു സൈനും മറ്റേത് വേറൊരു സൈഡും ആണെങ്കിൽ എന്താണ്, നമ്മളെ ഫൈനൽ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. ഇത് മൾട്ടിപ്ലിക്കേഷനും അതെ ഡിവിഷനും അതെ. എന്ന് വെച്ചാൽ എന്താ, 4 × -3 എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ആദ്യം ഒന്നും സൈന് നോക്കാതെ 4 × 3 12 ചെയ്യുന്നു. എന്നിട്ടോ ഇത് പോസിറ്റീവാണ് ഇത് നെഗറ്റീവാണ്, അപ്പോൾ ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ ഉറപ്പായിട്ടും നെഗറ്റീവാണ് ആൻസർ. ഇത്രയേ ഉള്ളൂ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ്റെ റൂള്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ച് എന്ത് ടഫായിട്ട് വിചാരിച്ചതല്ലേ, വേഗം ചേടാ. 4 × 5 നമ്മളെ റൂൾ തന്നെ എന്താ, നമുക്കറിയേണ്ട ആൻസർ 20. നമ്മളെ റൂള് പ്രകാരമാണ് +4ഉം +5 ആണ്. മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ, 2ഉം ഒരേ സൈനാണ്. ആദ്യം 4 × 5 20 ചെയ്യുന്നു, 2 ഒരേ സൈൻ ആയതുകൊണ്ട് പോസിറ്റീവ്. ഇത് 3 × 5 15 ചെയ്യുന്നു, ഓപ്പോസിറ്റ് സൈൻ ആയതുകൊണ്ട് -15. 2 × -3 6 ആണ്, 2 × 3 6 ആണ്. 1 പോസിറ്റീവും 1 നെഗറ്റീവ് ആയതുകൊണ്ട് -6. -5 × -7 5 × 7 35 ആണ്. 1 നെഗറ്റീവും 2ഉം നെഗറ്റീവ് ആയതുകൊണ്ട് ഇത് +7 ആണ്, അഥവാ +35 ആണ്. ഒന്നുകൂടെ ഇടുന്നില്ല, വെറും 35 എന്നിട്ടാണ്. ഇത്രയേ ഉള്ളൂ മൾട്ടിപ്ലിക്കേഷൻ. ഇനി ഡിവിഷൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ്. 6 ÷ 2 6 ÷ 2 എന്ന് പറയുമ്പോൾ 6 ഹരിക്കണം 2 എത്ര, 3 ആണ് ആൻസർ. 2 ഒരേ സൈന 3 തന്നെ. -10 ÷ 5 10 ഹരിക്കണം 5 എന്ന് പറഞ്ഞാൽ 2 ആണ് ആൻസർ. ഇത് മൈനസ് ആണ്, ഇത് പ്ലസ് ആണ്, അപ്പോൾ ഓപ്പോസിറ്റ് സൈൻ ആണ്, അപ്പോൾ -2 ആണ് ആൻസർ വരിക. ഇനിയോ 9 ÷ -3 9 ÷ -3 എന്ന് പറയുമ്പോൾ 9 ÷ 3 എത്ര, 3 ആണ്. ഇത് പ്ലസും ഇത് മൈനസും ആണെങ്കിൽ -3 ആണ്. -8 ÷ -4 അപ്പോൾ എന്ത് വരും, 8 ÷ 5 4ൻ്റെ ആൻസർ 2 ആണ്. 2ഉം ഒരേ സൈൻ ആണ്, അപ്പോൾ എന്താ +2 ആണ്. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. സിമ്പിൾ അല്ലേ, എളുപ്പമല്ലേ, ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു, നെഗറ്റീവ് നമ്പേഴ്സ് തീർന്നു. പക്ഷേ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യണ്ടേ, കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ എന്ത് ചെയ്താ, നമ്മളിതാ നിങ്ങൾക്ക് മുഴുവൻ തന്നിരിക്കുന്നു. ഇതിലൊരു ചോദ്യത്തിൻ്റെ മാത്രം ആൻസർ തെറ്റുണ്ട് കേട്ടോ. വേഗം പോസ് ചെയ്ത്, എല്ലാ പ്ലസും മൈനസും ഡിവിഷനും അഡീഷനൊക്കെ ഉണ്ട്, വേഗം ചെയ്തോ, പോസ് ചെയ്തോ. ഇതാണ് നമ്മുടെ ആൻസർ. ഇതിൻ്റെ ആൻസർ എത്രയാണ്, ഇത് 26 ആട്ടോ വരിക. എന്നോട് തന്നെ തെറ്റിപ്പോയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, 20 സ്ലൈഡ് 16 എത്ര, 20 ഔട്ട് ഓഫ് 20 അല്ലേ, 15 ഔട്ട് ഓഫ് 15. എവിടെയാണ് തെറ്റിപ്പോയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ, എവിടെയാണ് തെറ്റിപ്പോയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താ, നമ്മൾ നെഗറ്റീവ് നമ്പർ തീർന്നു. പക്ഷെ ഇവിടെ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ അങ്ങ് വിടൂല സാറേ. എന്ത് ചെയ്യും,
നമ്മൾ ഇത് എവിടെ ആവശ്യപ്പെടുക എന്നുള്ളതും കൂടെ നോക്കാം. 3 മാർക്കിന് 2022 മാർച്ച് ഫൈനൽ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഇവിടെ എന്താ സംഭവം? ഫൈൻഡ് ദ സ്ലോപ്പ്. എടാ സ്ലോപ്പ്, അതായത് 2 പോയിന്റുകൾ തന്നിട്ട് നമ്മളോട് എന്താ ചോദിച്ചത്? ഈ പോയിന്റുകളുടെ വരയുടെ ചരിവ് കാണാൻ, സ്ലോപ്പ് കാണാനാണ് പറഞ്ഞത്. നമുക്കറിയാമല്ലേ സ്ലോപ്പ് കാണണമെങ്കിൽ ഇത് x1 ഉം y1 ഉം ആണ്, ഇത് x2 ഉം y2 ഉം ആണെങ്കിൽ എന്താ ആൻസർ വരേണ്ടത്? y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 അല്ലേ സ്ലോപ്പ് വരേണ്ടത്, ശരിയല്ലേ? അപ്പം എന്ത് വരും? y2 മൈനസ് y1 എന്ന് പറഞ്ഞാൽ -7 -5 അല്ലേ? പിന്നെയോ x2 മൈനസ് x1 എന്ന് പറയുമ്പോൾ 8 മൈനസ് -4. വേഗം ആൻസർ പറയടാ. -7 -5 എന്താ വരിക? -7 പ്ലസ് -5 ആവും, അഥവാ -12 ആയി വരും. ഓക്കെ, 8 -4 8 + 4 ആവും, 12 ആവും, ഓർ -12/12. അതെത്ര ആൻസർ വരിക? 1 ആണ്, -1 ആണ് വരാനോ. ഒരു വലുതെന്ന്, ഒരു നെഗറ്റീവ് നിന്ന് ഒരു പോസിറ്റീവ്, ഓപ്പോസിറ്റ് സൈഡ് -1 ആണ്. ഈ ചോദ്യത്തിന് ആൻസർ കിട്ടിയാൽ മാത്രമേ രണ്ടാമത്തെ ഇക്വേഷൻ ഓഫ് ദ ലൈൻ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ 3 മാർക്ക് അങ്ങോട്ട് പോയിരുന്നു. ഇതിൽ എത്ര കുട്ടികൾക്ക് കിട്ടുമടാ? എത്ര നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ ഇനി കിട്ടൂലേ? 3 മാർക്ക് നമ്മൾ സെറ്റ് ചെയ്ത് തന്നില്ലേ? അങ്ങനെ എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഏതാണ് ടോപ്പിക്ക്? ഡെസിമൽസ് അഥവാ ദശാംശങ്ങൾ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ദശാംശങ്ങൾ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് ദശാംശത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഞാൻ പറഞ്ഞു കേട്ടോ. അത് നമ്മൾ സാധാ നമ്പർ എടുക്കാം, 5. ഇപ്പോൾ 0.5 എന്നിട്ടാലും 0.05 എന്നുണ്ടോ 0.05 ഒന്നും ചെയ്താൽ എന്തില്ല, അത് 5 തന്നെയല്ലേ. ഇതേപോലെ ദശാംശത്തിൻ്റെ കേസിൽ നമുക്കൊരു നമ്പർ കിട്ടുകയാണ് 6.3. ഇതിൻ്റെ ഇപ്പുറം എത്ര 0 ഇട്ടാലും നമുക്കൊരു പ്രശ്നമില്ലല്ലോ, ഒരു മാറ്റം ഉണ്ടല്ലോ. അതേപോലെ 6.3 എന്ന് പറഞ്ഞാലും 6.30 എന്ന് പറഞ്ഞാലും 6.3000 ഇതൊക്കെ പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ 6.3 തന്നെയാണ്, നിങ്ങൾ മനസ്സിലാക്കുക. അതേ സ്ഥാനത്ത് 6 എന്നിട്ട് ഇതിൻ്റെ ഇപ്പുറം ഇങ്ങനെ 0 ഇടുമ്പോൾ സെയിം ആണോ? ഇത് 6 ആണോ? അല്ലല്ല, ഇത് വേറെ നമ്പർ. അതേപോലെ തന്നെ എന്താണ് 6.3ൻ്റെ ഇടയിൽ 6.3യുടെ ഇടയിൽ എന്താണ്? 6.3ൻ്റെ ഈ ഗ്യാപ്പിൽ 0 ഇടുമ്പോൾ 6.03 എന്ന് പറഞ്ഞാലും 6.0003 എന്ന് പറഞ്ഞാലും ഒന്നും സെയിം അല്ല. പക്ഷേ ഇത് സെയിം ആണെന്നുള്ള ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എവിടെയെങ്കിലൊക്കെ നമുക്ക് ആവശ്യം വരും. ഓക്കെ, റൈറ്റ്. നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞു കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് 6/2 ഒക്കെയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങളെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും 60/12 ഒക്കെ ആയിരിക്കും വരിക. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട് കേട്ടോ. അതായത് നമ്മൾ വളരെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് വേഗം ചെയ്തു പോകുന്നത്, സിമ്പിൾ നമ്പേഴ്സ് ചെയ്തു പോകുന്നത് കേട്ടോ. അതും കൂടെ നിങ്ങൾ നോക്കാം. ആദ്യം ഡെസിമൽസിൻ്റെ അഡിഷൻ സിമ്പിളാണ്, നോക്കണേ. നമ്മൾ 45 + 3 കൂട്ടണമെങ്കിൽ നമ്മളെങ്ങനെയാണ് ചെയ്യുക? ഇത് ആൻസർ 48 അറിയാം. പക്ഷെ നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ 45 + 3 ഇവിടെയാണ് ഇടുക, അല്ലല്ലോ. നമ്മളെന്താ ചെയ്യുക? ഇങ്ങോട്ട് അടുപ്പിച്ചിട്ടല്ലേ ചെയ്യുക. 45 + 3 എന്ന് എഴുതിയിട്ട് 5 + 3 8 4 48 ഇങ്ങനെയല്ല നമ്മൾ ആൻസർ ഇടുക. ഇതേപോലെ ദശാംശങ്ങൾ ഡെസിമൽസ് കൂട്ടുക കുറയ്ക്കുകയാണോ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ഡെസിമൽ പോയിന്റുകൾ ഉണ്ടല്ലോ, ഇപ്പോൾ 6.25 + 43.1 എന്നാണ് നമ്മൾ ആൻസർ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെസിമൽ പോയിന്റുകൾ ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ, അതായത് എന്താ ചെയ്യേണ്ടതെന്നോ, ആദ്യം നമ്മൾ ഇതിലല്ലോ 6.25 എഴുതുക. പിന്നെ 43.1 അല്ലേ, ആദ്യം എന്ത് ചെയ്യണം? 43 ഇങ്ങനെ എഴുതുക. കാരണം എന്താ? ഇത് ഒരേ ലൈനിൽ വരണം. 43.1 എന്ന് ഇവിടെ എഴുതണം. ഇതാണ് വരിക. ഇനി നമ്മളങ്ങ് കൂട്ടുകയാണെങ്കിൽ പ്ലസ് അല്ലേ, അപ്പോൾ 5 3 കുത്ത് അതേപോലെ ഇടുക. കുത്തിൻ്റെ ഇപ്പുറം പോകുന്നുണ്ട്, അത് ഇപ്പുറം പോകുന്നതിന് ഒരു പ്രശ്നമില്ല. കുത്ത് ഒരേ സ്ഥലത്തേക്കണം. 9 49 ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളെ ഇതിൻ്റെ ഒരു സെയിം സാധനം നമ്മളെ ഡെസിമൽത്തിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ടാണ് സാധനങ്ങൾ വരേണ്ടതെന്ന് മാത്രം. നമുക്ക് കുറച്ച് എക്സാമ്പിൾ വെച്ച് ചെയ്ത് നോക്കാം. അഡിഷനും സബ്ട്രാക്ഷനും ഇതേപോലെ തന്നെ. 3.55 + 4.5 ആണ്. ആദ്യം 3.5 നമ്മൾ എഴുതുന്നു, 4.5 അതേപോലെ തന്നെയാണ് ഇങ്ങനെ തന്നെ എഴുതുന്നത്. അപ്പോൾ എന്താ? 5 + 5 0. ഈ 1 എന്താ? ഇങ്ങോട്ടേ ക്യാരി ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല. 1 3 4 4 8 8 ആണ്. ഈ പോയിന്റ് ഇടാൻ മറന്നത് 8.0 ആണ്. 8.0 എന്ന് പറഞ്ഞാൽ ശരിക്കും 8 തന്നെയാണ് കേട്ടോ. കാരണം നമുക്കറിയാം അല്ലേ, 8.0 എന്നോ 8.00 എന്നൊക്കെ പറഞ്ഞാൽ 8 തന്നെയാണ്. സോ ഇതിൻ്റെ ആൻസർ 8 ആണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? അടുത്തൊന്ന് ചെയ്ത് നോക്ക്. 4.25 ആദ്യം 4.25 ഞാനിങ്ങനെ എഴുതുന്നു. പിന്നെ 3.2 ആണ്. ആദ്യം ഡെസിമൽ ഇവിടെ എഴുതുന്നു, ഇവിടെ 3 ആണ്, ഇവിടെ 2 ആണ്. ഇങ്ങനെ വരേണ്ടത്. അപ്പം ഈ ഇല്ലാത്ത സ്ഥലത്തൊക്കെ ഇത് 0 എന്ന് ഇട്ടാൽ കുഴപ്പമില്ലല്ലോ, കാരണം 3.2ഉം 3.20 സെയിം ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്യുന്നു? 5 4 ഡെസിമൽ ഇടുന്നു, 7.45 ആൻസർ വരും. ഇനി അടുത്ത നോക്കാം. 4.005 + 3 അങ്ങനെ ചെയ്യാം.
ആദ്യം 4.005 തരുന്നു, ഇവിടെ പോയിന്റ്, ഇവിടെ 3 പോയിന്റ് ഇട്ടില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ 3നെ നമുക്കറിയാം 3.00 എന്നൊക്കെ ഇടുന്നതിന് സെയിം പോയിന്റ് ലെവൽ. അപ്പോൾ 500.7 ആണ്, 7.005 ആണ്. ഇതൊക്കെ കൺഫ്യൂഷൻ ഉണ്ട്. ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് ആലോചിച്ച് നോക്കണേ, ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് ആലോചിച്ച്. ഞാൻ കുറച്ച് സ്പീഡിലാണ് പറയാട്ടോ, നമുക്കിത് വേഗം തീർക്കാൻ വേണ്ടി. അപ്പോൾ എന്താണ്, അത് ക്ലിയർ ആണ്. ഇനി അടുത്ത നോക്കാം, 3.975. അപ്പോൾ 4.43 ആണെന്ന് എങ്ങനെ നമ്മൾ എഴുതും, 4.43 ഇങ്ങനെ എഴുതും. അപ്പോൾ 5 0 1 ഇട്ടാ 10 14 വീണ്ടും 1 വരും. അപ്പോൾ 8.405 പോയിന്റ് ഒരേ ലൈനിലാണ് മാത്രം. ഇത് തന്നെയാണ് എന്ത് സബ്ട്രാക്ഷൻ്റെ കേസിലും, ഇത് തന്നെയാണ് സബ്ട്രാക്ഷൻ്റെ കേസിലും. എന്ത് വരും, 4.02 മൈനസ് 3.75. അപ്പോൾ 3.75 ഇങ്ങനെ ഇട്ടാൽ മതി. ക്യാരി ഒക്കെ ഇതേ ഉള്ളൂ. 12 5 7 9 മാറും, ഇത് 2 4 ഇത് 3 മാറിയിട്ടുണ്ട്. അപ്പോൾ 0.25 ആണ് ആൻസർ. പോയിന്റ് അതേപോലെ ഇടുക എന്ന് മാത്രമേ ഉള്ളൂ. 4.25 മൈനസ് 3.4 എന്ത് വരും, 3.4 ആണ്, 3.4. അപ്പോൾ എന്താ, ഇത് 0 5 എന്ന് 0 5 12 എന്ന് 4 8 പോയിന്റ് ഇവിടെ. ഇതെന്തായിട്ടുണ്ടോ, 3 ആണ്, 3 എന്ന് 3 0.85 ആണ് ഇതിൻ്റെ ആൻസർ. ഞാൻ അടുത്ത നോക്ക്, നെഗറ്റീവ് നമ്പറും കൂടി, രണ്ടും നെഗറ്റീവാണ്. അപ്പോൾ എന്താ, അഡിഷൻ ആണ്. അപ്പോൾ ആദ്യം ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ കൊടുത്താൽ പോരെ. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്, 4.25 പ്ലസ് 3.4 എഴുതുന്നു. എന്നിട്ട് എന്ത് ചെയ്തേ, 5 6 7 7.65 ആണ്. പക്ഷെ നമ്മുടെ ഫൈനൽ ആൻസർ 7.65 ആണോ, അല്ല. രണ്ടും നെഗറ്റീവ് ആകുമ്പോൾ നമുക്കറിയാം, രണ്ടും ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ കൊടുത്താൽ മതി, മൈനസ് 7.65. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് നോക്കാം, ഇവിടെ മൈനസ് ആണ്. അപ്പോൾ എന്താകും, മൈനസ് 4.25 പ്ലസ് 3.4 ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈനാണ്, വലുതിന്ന് ചെറുത് കുറക്കുക, വലുതിൻ്റെ സൈൻ ഇടണം. അപ്പോൾ എന്ത് വരും, 4.25 മൈനസ് 3.4 വരും. എന്താ, 5 12 എന്ന് 4 8 0. അതിവിടെ തന്നെ ഉണ്ട്, എല്ലാം ഒരേ ക്വസ്റ്റ്യൻ ആണല്ല. ഓക്കെ, 0.85. ഏതാണ് സൈന് വരിക, വലുതിൻ്റെ സൈന്, മൈനസ് 0.85. ഇത്രയേ ഉള്ളൂ ഡെസിമലിൻ്റെ കേസിൽ. എന്ത്, അഡിഷനും സബ്ട്രാക്ഷനും ചെയ്തോ, നിങ്ങൾക്കുള്ള ചോദ്യം. ചെയ്തോ, പോസ് ചെയ്തോ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ആൻസർ കാണിക്കാൻ പോവാണ്. നോക്കണേ. ഓക്കെ, കണ്ടോ, ഇതൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡാണ്. ചിലപ്പോൾ നിങ്ങൾ ഇരുന്ന് ചെയ്യേണ്ടി വരും. എന്താ കമൻറ്റ് ഇട്ടത്, 25 എത്ര ബൈ എത്രയാണ്, 25 എത്ര ബൈ എത്രയാണെന്നുള്ളത് അല്ലേ. ഓക്കെ, ക്ലിയർ അല്ലേ, സെറ്റൽ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോകാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പം ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഡെസിമൽ പോയിന്റ്, ദശാംശത്തിൻ്റെ ആ കുത്തൊന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. 32 × 45. ഇതൊക്കെ എനിക്ക് ശരിക്കും എന്ത് ചെയ്യണമായിരുന്നു, അതായത് ഫസ്റ്റ് നമ്മൾ 3.2 × 4.5 ഈ പോയിന്റ് ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ 32 × 45 ചെയ്യാം. എത്രയുടെ വരിക, 10 15 16 8 12 0 4 3 1 1340 ആണ്. ഓക്കെ, എടാ ഇവിടെ വേറൊരു കാര്യമുണ്ട്. ഞാൻ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്നോട് കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വരികയാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ അങ്ങ് ഇഗ്നോർ ചെയ്യട്ടോ. നമ്മൾ ആ ബേസിക് റൂള് പഠിക്കലാണ്. സാർ അവിടെ തെറ്റിപ്പായിരിക്കും എന്ന് കരുതുന്നത്. ബേസിക് റൂള് പഠിക്കലാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്ത് വരും, 1340. സാർ അതങ്ങനെ ശരിയോ, 1340 ആണ് ആൻസർ അതല്ല. നമ്മൾ ആദ്യം ചെയ്തത് ഡെസിമൽ ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചെയ്തു. പിന്നെ നമ്മൾ കൗണ്ട് ചെയ്യണം, എന്ത്, ഓരോ നമ്പറിലും ഡെസിമൽ പോയിന്റിന് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ട്. ഇവിടെ 1 ഡിജിറ്റ്, ഇവിടെയും 1 ഡിജിറ്റ്. അപ്പോൾ ടോട്ടൽ എത്രയാ, 1+1 അഥവാ 2 ഡിജിറ്റ് ഉണ്ട് അല്ലേ. 1+2 അല്ല, 1+1 അഥവാ 2 ഡിജിറ്റ് ഉണ്ട് അല്ലേ. ഇവിടെയും ഡെസിമൽ പോയിന്റിന് ശേഷം, മുന്നേ അല്ല കേട്ടോ, മുന്നേ ഇവിടെ 2 ഡിജിറ്റ് ആണുള്ളത്. പക്ഷേ ശേഷം ഇവിടെ 1 ഡിജിറ്റ്, ഇവിടെയും 1 ഡിജിറ്റ്, ടോട്ടൽ 2 ഡിജിറ്റ് അല്ലേ. അങ്ങനെ എന്ത് ചെയ്യുക, ഇവിടെ അവസാനത്തിൽ നിന്നും 2 ഡിജിറ്റ് ഇടയിൽ നമ്മൾ ആൻസർ ചെയ്താൽ കുത്തിട്ടാൽ മതി. 13.40 ആണ് ഇവിടെ നമ്മളുടെ ആൻസർ വരിക. 13.40 ആണ്. ഇവിടുത്തെ കേസിൽ നിങ്ങൾക്ക് ഇത് 2 രീതി ചെയ്യാം. 2.50 എന്ന് പറഞ്ഞാൽ 2.5 ആണ് അല്ലേ. 4.5 × 2.5 ചെയ്താൽ മതി. അതെത്ര വരികടാ, 45 × 25 എത്ര വരിക, 45 × 100 എന്ന് പറഞ്ഞാൽ 4500 ആണ്. അതിനെ ഡിവൈഡഡ് ബൈ 4 1125 ആണെന്ന് തോന്നുന്നുണ്ട്. 1 കാൽക്കുലേറ്റർ എടുക്കായിരുന്നു അല്ല, ചെയ്ത് നോക്കാം. 25 20 22 90 5 2 1125
0.25 ആണ്. എന്നിട്ടോ എത്ര പൂജ്യം വേണം? ഇവിടെ ഒരു പൂജ്യം അല്ല ഒരു ഡെസിമൽ പോയിന്റ്. ഇത് നമ്മൾ ഓൾറെഡി ഡിലീറ്റ് ചെയ്ത്, കാരണം ഇത് സെയിം ആണ്, കാരണം 25 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തേ. അപ്പോൾ എന്താ 5 × 5 അല്ല ഒന്നിവിടെ. അപ്പോൾ എന്താ ഇവിടുന്ന് 2 ഇങ്ങോട്ട് ഇടുമ്പോൾ 11.25. അപ്പോൾ സാർ ഇത് ഡിലീറ്റ് ചെയ്തിട്ടില്ല എന്ത് സംഭവിക്കും? അന്നേരം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന 4.5 × 2.50 അല്ല, ഇത് ഡിലീറ്റ് ചെയ്തില്ല. 45 നമ്മൾ 250 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം നമ്മുടെ ആൻസർ എന്താ കിട്ടുക? 1125 പകരം നമുക്ക് 11,250 കിട്ടുക. എന്നിട്ടോ ഇവിടെ ഡെസിമൽ സ്റ്റേഷൻ്റെ 1 പോയിന്റ്, ഇവിടെ 2 പോയിന്റ്, അപ്പം മൊത്തം ഇങ്ങോട്ട് കിട്ടുകയാണ് 3 പോയിന്റ്. 1, 2, 3 ആക്കണം. അപ്പോൾ 11.250 എന്ന് പറഞ്ഞാൽ 11.25 എന്ന് പറഞ്ഞാലും സെയിമാ. ലോജിക്ക് മനസ്സിലായി. ഇത് ഒഴിവാക്കിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കറക്റ്റ് തന്നെ കിട്ടും. അതാണ് മാത്സിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. 0.83 × 0.8. അപ്പോൾ നമുക്ക് എന്ത് വരും? ആൻസർ 3 × 8 24, 8 × 8 64, 664 വരും. 8 × 3 24, 2, 8 × 8 64, 2, 664 വരും. 664 ഇവിടെ എത്ര പൂജ്യം വേണം? എത്ര പൂജ്യം വേണടാ? എത്ര ഡെസിമൽ? ഇവിടെ 2 എണ്ണം, ഇവിടെ 1, 3. അപ്പോൾ 1, 2, 3 ഇത് കഴിഞ്ഞിട്ട് കിട്ടണം 0.664 അല്ലെങ്കിൽ 0.664 എന്ന് കൊടുത്താലും കുഴപ്പമില്ല. 0.664 എന്ന് കൊടുത്താൽ എന്തില്ല, ഇവിടെ നമുക്ക് പ്രശ്നമില്ല. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അപ്പോൾ എന്താണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ? ഞാൻ ഒന്നും കൂടെ ചെയ്തുതരാം. ഇത് ചെയ്യുമ്പോൾ എന്താണ്, വലിയ നമ്പറാണ്. 425 × 0.45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19125 ആണ് നമ്മൾ ചെയ്താൽ ആൻസർ കിട്ടുക. അങ്ങനെയാണ് എത്ര ഡെസിമൽ പോയിന്റ് വേണം? ഇവിടെ ഒരു 1, ഇവിടെ 2, ടോട്ടൽ 3. അപ്പോൾ 1, 2, 3 ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. 19.125 ആണ് നമ്മൾ ആൻസർ. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ. നിങ്ങൾക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടോ? ഇല്ല. ഡിവിഷനോട് കഴിഞ്ഞിട്ട് ഒരുമിച്ചാണ് നിങ്ങളുടെ ചോദ്യം വരുന്നത്. അപ്പോൾ ഡിവിഷൻ്റെ കേസിൽ ഡെസിമൽസിൻ്റെ ഡിവിഷൻ മാത്രമല്ല നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ പ്രശ്നം എന്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ട്? 5/4 പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റാത്തതടക്കം പല കുട്ടികൾക്കും പ്രശ്നമാണ്. ബൈ ദ വേ ഇവിടെ ഞാൻ പറയാണ്, നിങ്ങൾക്ക് ഡിവിഷൻ അറിയില്ലെങ്കിൽ ഇപ്പം ഞാൻ ഈ പറയുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഡിവിഷൻ അറിയില്ല എന്നുള്ള കമൻറ്റ് ചെയ്യുക എന്ന് മാത്രമല്ല, മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിനെ കൊണ്ട് കമൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്കറിയില്ല, നിങ്ങളെ ഫ്രണ്ട്സിന് അറിയുന്നുണ്ടാവില്ലല്ലോ. അപ്പോൾ അവരും കൂടെ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 5/4 5/4 എന്ന് പറയുമ്പം എന്താ നമ്മൾ ചെയ്യുക? ആദ്യം നമ്മൾ ഇതേപോലെ ഹരിക്കുക. 5/4 5ൽ 4 ഒരു പ്രാവശ്യം, 1 × 4 4, ശേഷം 1 ശിഷ്ടം. ഈ 1 ശിഷ്ടത്തോടു കൂടി ഇത് അവസാനിച്ചില്ല. 1ൽ ഇനി 4 പോവില്ല. ഇപ്പുറം താഴോട്ടേക്ക് എടുക്കുക, ഒരു നമ്പറും ഇല്ല. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഇത് ഡിവിഷൻ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ നമ്മളുടെ ശിഷ്ടത്തിലല്ല, നമ്മളുടെ ആൻസർ ഉണ്ടല്ലോ, അതിലെന്താണ് ഒരു ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ ലൈസൻസാണ്. കാരണം 5ന് എന്ത് ചെയ്യും, ഇങ്ങനെ കുറേ ഡോട്ട് ഇടാൻ പറ്റൂലേ. 5 കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 5 എന്ന് പറഞ്ഞാൽ 5.0000 ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ലാസ്റ്റിലത്തേന് ശേഷം നമ്മളൊരു ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിനി എത്ര പൂജ്യമാണ് എടുക്കാൻ പറ്റും? അപ്പോൾ 1 പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ 10 എന്ത് ചെയ്യുക? ഈ 0 ഇങ്ങോട്ട് 10ൽ 4 2 പ്രാവശ്യം, 2 × 4 8, വീണ്ടും 2 ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എത്ര പൂജ്യമാണ് നമുക്ക് വിടുന്നതിന് കുഴപ്പമില്ല. 20 വരും. 20ൽ 4 5 പ്രാവശ്യം, 20ൽ 4 5 പ്രാവശ്യം, 5 × 4 20. അപ്പം എന്താ ആൻസർ? 1.25 ആയി. അതായത് നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെ അവസാനിക്കുന്ന ഈ പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഇതിൽ ഒരു ഡോട്ട് ഇടുന്നു. ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് നമ്പർ ഓഫ് സീറോസ് ഇങ്ങോട്ട് ക്യാരി വരാം. നിങ്ങൾക്ക് ഡിവിഷൻ അറിയില്ലെങ്കിൽ ഇത് മനസ്സിലാവില്ല എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണ്. ഇനി ഇതേപോലെ 15/8 എന്താ വരിക? 15/8 ഒരു പ്രാവശ്യം, 1 × 8 8, 7 ബാക്കി അവസാനിച്ചു. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു 0 ഇടുന്നു. അങ്ങനെയാണ് ഇവിടെ നമുക്ക് എത്ര 0 വേണമെങ്കിലും ഇടാം. അപ്പം 0 അല്ല, ഒരു ഡോട്ട് ഇടുന്നു. ഓക്കെ. അപ്പോൾ 70ൽ എത്ര തവണയാടാ? 64. 8 × 8 64. അപ്പോൾ 8 × 8 64, 6 ബാക്കി അവസാനിച്ചു. ഇല്ല, ഇവിടുന്ന് വീണ്ടും 0 കൊണ്ടുവരാം. 60ൽ 8 × 7 56, 4 ബാക്കി. 4ൽ 40, 8 × 5 40. അപ്പോൾ എന്താ ആൻസർ? ഇതിൻ്റെ ആൻസർ 1.875. ഇതെന്താ? 5 × 8 40 വരും. ആൻസർ ശിഷ്ടം 0. അപ്പോൾ ശിഷ്ടം 0 ആവുന്നവരെ നമുക്കിങ്ങനെ 0 ഇട്ട് കൊണ്ടേ പോകാമെന്നുള്ളതാണ് നോർമൽ ഡിവിഷൻ. അതായത് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റാത്ത കേസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി അടുത്തതെന്ന് പറയുന്നത് ഡെസിമൽസ് വരുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഡെസിമൽസ്, ദശാംശങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, പല രീതിയിൽ ഇത് ചെയ്യട്ടോ.
അതായത് നമുക്കിവിടെ 4.8 ഡിവൈഡഡ് ബൈ 4 അല്ലേ. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 ഈ ഡിവൈഡഡ് ബൈയിൽ ദശാംശം ഒന്നും ഇല്ലാത്ത രീതിയിലാക്കും. ഇവിടുത്തെ കേസിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഡയറക്റ്റ് ചെയ്തത് 4.8 ഡിവൈഡഡ് ബൈ 4. ആദ്യം എന്ത് ചെയ്യുക, 4 ഒരു പ്രാവശ്യം 4 0. ഓക്കെ, ഇനി നമ്മൾ ശരിക്കും ദശാംശം ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഈ 8 ഇങ്ങോട്ട് വരികയല്ലേ ചെയ്യണ്ടേ, ശരിയല്ലേ? പക്ഷെ ഇവിടെ ദശാംശം ഉണ്ടെങ്കിലോ, ആ ദശാംശം നമ്മൾ ആൻസറിൽ ഇടണമെന്ന് മാത്രം. ദശാംശം ക്രോസ് ചെയ്ത് ആൻസറിൽ ഇടണം, ബാക്കിയൊക്കെ ഇതേപോലെ തന്നെ. അപ്പോൾ 8ൽ 4 എത്ര പ്രാവശ്യം, 2 ആണ്. 2 × 4 8 ആൻസർ കിട്ടി. സോ ആൻസർ എന്താണ്, ആൻസർ വരുന്നത് 1.2 ആണ്. 1.2 ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സാധനത്തിൽ എന്തില്ല, ഒരു ദശാംശമോ ഡെസിമൽ പോയിന്റോ ഇല്ല. പക്ഷെ അതില്ലാത്ത കേസ് ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യും, അല്ല ഇതിലുണ്ടെങ്കിലോ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ ചെയ്യുക, ഇവിടെ 4.8 ആണ്, ഇവിടെ 0.4 ആണ്. അപ്പോൾ ഈ 0.4ലെ ഡെസിമൽ ഒഴിവാക്കണം അല്ലേ നമുക്ക്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 0.ൻ്റെ ഡെസിമൽ ഒഴിവാക്കണം എന്ത് ചെയ്താൽ മതി, ഇത് ഇങ്ങോട്ട് വന്നാൽ പോരെ. ഈ ഡെസിമൽ ഒരു ഇതായാൽ 4 ആയി മാറും. 4.0 അല്ലെ 4 പോയിന്റ് ആവും. അപ്പോൾ 4 തന്നെയല്ലേ അത് വരെ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഒന്ന് ഇങ്ങോട്ടേക്ക് മാറ്റുക. അപ്പോൾ ചുമ്മാ ഇതിൻ്റെ മാത്രം മാറ്റാൻ പറ്റില്ല. ഇവിടെ എത്ര പ്ലേസ് ആണോ നമ്മൾ വലത്തോട്ടേക്ക് പോകുന്നത് അത്രയും പ്ലേസ് ഇത് ഇങ്ങോട്ടേക്ക് മാറ്റും. അപ്പോൾ എന്ത് സംഭവിക്കും, ഇതെന്തായി മാറും, ഈ 4.8 48 ആവും, ഡിവൈഡഡ് ബൈ 0.4 എന്തായി മാറും, 4 മാറും. 48 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 12 ആണ് ആൻസർ. സോ 4.8 ഡിവൈഡഡ് ബൈ 0.4 12 ആണ്. അതായത് നമ്മൾ ഈ താഴത്തെ ഭാഗത്തുള്ള ഡിനോമിനേറ്ററുള്ള സാധനം എന്ത് ചെയ്യും, ഇതാക്കിയേ മാറ്റാം. ഇത്ര സിമ്പിളായിട്ടൊന്നും ആൻസർ കിട്ടണമെന്നില്ല കേട്ടോ. ഇപ്പം ഞാൻ എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. 4.8 ഡിവൈഡഡ് ബൈ 0.04. അപ്പം എന്ത് സംഭവിക്കും, ഇവിടുന്ന് ഒരു സ്റ്റെപ്പല്ല 2 സ്റ്റെപ്പ് മാറണം. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് എന്താ, ഒരു സ്റ്റെപ്പ് മാറി അടുത്ത സ്റ്റെപ്പ് മാറാനൊന്നുമില്ല. അപ്പം എന്ത് ചെയ്യണം, 4.8 ആദ്യം 48 ആവും, ഒരു സ്റ്റെപ്പ് കഴിയുമ്പോൾ ഒരു സ്റ്റെപ്പും കൂടെ ഇവിടെ ഉള്ളതുകൊണ്ട് അതിനൊരു 0 ഇട്ട് കൊടുക്കണം. 480 ആയി മാറും, ഡിവൈഡഡ് ബൈ ഇത് 4 തന്നെ. 480 ഡിവൈഡഡ് ബൈ 4 നിങ്ങൾ ചെയ്താൽ നമുക്ക് ആൻസർ 120 കിട്ടും. നമുക്ക് ആൻസർ 120 കിട്ടും. ഇനി ലാസ്റ്റ് 6.4 ഡിവൈഡഡ് ബൈ 64 ഡിവൈഡഡ് ബൈ 6.5. ആദ്യം ഇത് നമുക്ക് ഒഴിവാക്കണം. അപ്പോൾ ഒരു സ്റ്റെപ്പാണ്. ഇവിടെ നമുക്ക് ഓൾറെഡി 0 ഡെസിമൽ ഒന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ഒരു 0 ആഡ് ചെയ്തത് അതെന്തായി മാറും, 640 ഡിവൈഡഡ് ബൈ 64 ആണ്. ഇത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ 10 ആണ് കിട്ടുക. 64 ഡിവൈഡഡ് ബൈ 6.4 നമ്മളുടെ ആൻസർ എന്ത് തന്നെയാണ്, 10 തന്നെയാണ്. ആൻസർ 10 തന്നെയാണ്. ഇതാണ് ഡിവിഷൻ്റെ റൂൾ. ഇത് അധികമൊന്നും നമുക്ക് വരൂല കേട്ടോ, പക്ഷേ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ വെച്ചിട്ടുള്ള നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഇവിടെ പിടിച്ചോ, പോസ് ചെയ്തോ. എടാ ഇതിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. അതായത് നിങ്ങളെ സ്കൂള് 8ാം ക്ലാസ്സിലൊക്കെ എന്താ പറയുക 10 മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് ഇത് പഠിപ്പിക്കുക. അതാണ് ഞാനിത് ഇന്ന് 15 മിനിറ്റ് പഠിപ്പിക്കുന്നത്. അതിൻ്റേതായ ഒരു സ്പീഡ് കൂടുതൽ അവിടെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും കേട്ടോ. ഇല്ല ഇത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇനി കിട്ടാത്ത നിങ്ങൾക്ക് ഡൗട്ട് ചെയ്യാം. സോ എന്ത് ചെയ്യാം, പോസ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. ചെയ്ത് കഴിഞ്ഞതിന് മാത്രം പോസ് ഒഴിവാക്കുക. ഇതാണ് നിങ്ങളുടെ ആൻസർ വരേണ്ടത്. സോ എന്താണ് നിങ്ങൾ വരേണ്ടത്, 30ാമത്തെ സ്ലൈഡിൽ എത്ര ചോദ്യമാണുള്ളത്, 5ഉം 10. 30 സ്ലൈഡ് എത്ര ഉണ്ട്, 10 ഔട്ട് ഓഫ് 10 ആണെങ്കിൽ അത് അതേപോലെ എഴുതുക, 10/10 എന്ന് എഴുതുക. ഓക്കെ, ഇനി ഇതാ ചോദ്യം വന്ന് നോക്കിക്കോ. 2018 ഫൈനലിൽ 4 മാർക്കിൻ്റെ ചോദ്യം, ട്രിഗണോമെട്രി എന്നുള്ള പാഠത്തിൽ നോക്കണേ. ഓ ഇസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. ഇത് ABC ആണ്. ഇത് A എന്ന് പറയുന്നത് 40 ഡിഗ്രിയാണ്, B എന്ന് പറയുന്നത് 80 ഡിഗ്രിയാണ്, C എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്, ഇത് BC എന്ന് പറയുന്നത് 6.4 ആണ്. എന്നിട്ട് ചോദ്യം വാട്ട് ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ എന്നാ. വാട്ട് ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ എന്നാണ് നമ്മളെ ചോദ്യം. ഇതെങ്ങനെയാണ് ചെയ്യാൻ അറിയും സാറേ, ഇതന്നെ എനിക്കറിയില്ല എന്നാണെങ്കിൽ അത് നമുക്ക് പിന്നെ പഠിക്കാം. ട്രയാങ്കിൾസ് ഒക്കെ നമ്മൾ പഠിപ്പിച്ചല്ലേ. നിങ്ങൾ ട്രയാങ്കിൾസ് എജ്യൂപോർട്ടിൽ സെർച്ച് ചെയ്ത് നോക്കിക്കോ, നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇവിടുത്തെ കേസിൽ നമുക്ക് അറിയാം അല്ലേ, എന്താണ് ഒരു സൈഡ് BC ഈസ് ഈക്വൽ ടു എന്താണ്, ഡയമീറ്റർ ഇൻറ്റു BCക്ക് ഓപ്പോസിറ്റുള്ള സൈനിൻ്റെ സൈനാണ്. ഡയമീറ്റർ ഇൻറ്റു സൈൻ 40 ആണ്. BC ഈസ് ഈക്വൽ ടു ഡയമീറ്റർ ഇൻറ്റു സൈൻ 40 ആണ്. അല്ലെ 2R, ഡയമീറ്റർ എന്നാൽ 2R സൈൻ 40 എന്നായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ എന്താ, BCയുടെ വാല്യൂ നമുക്കറിയാം 6.4. 6.4 ഈസ് ഈക്വൽ ടു ഡയമീറ്റർ ഇൻറ്റു സൈൻ 40 എത്രയാടാ, സൈൻ 40 നമുക്കിവിടെ തന്നിട്ടുണ്ട് 0.64 ആണ്. അപ്പോൾ ഡയമീറ്റർ കിട്ടണമെങ്കിൽ ഇതിങ്ങനെ താഴോട്ടേക്ക് വരണം. ഇത് നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് പഠിക്കുന്നുണ്ട് കേട്ടോ. ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, നമ്മൾ ഇത് ലാസ്റ്റ്, അതാണ് എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്.
അപ്പോൾ എന്ത് വരും 6.4 by 0.64 ആണ് ഡയമീറ്റർ. ഇത് അറിഞ്ഞിട്ടില്ലേ ബാക്കി ചോദ്യം ചെയ്യാൻ പറ്റില്ല, 4 മാർക്ക് പോകും. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റും. എത്രയാണ് നമുക്ക് ആൻസർ വരേണ്ടത്? നമുക്കിവിടെ എന്താണ് 2 സ്റ്റെപ്പ് ഇങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ഇവിടെ ഒരു സ്റ്റെപ്പ് ആകുമ്പോൾ 64, ഒരു സ്റ്റെപ്പും കൂടെ 640 ആവും. അപ്പോൾ 640 ഡിവൈഡഡ് ബൈ 64 ആണ്. നമുക്ക് 640 ഡിവൈഡ് ബൈ 64 എന്ന് പറഞ്ഞാൽ ആൻസർ 10 ആണ് ഡയമീറ്റർ. ഓക്കെ, ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണം? ലെങ്ത് ഓഫ് ദ അതർ 2 സൈഡ്സ് നിങ്ങൾ കാണണം. അടുത്ത 2 വശങ്ങളെ ആൻസർ എന്ത് ചെയ്യണം? നിങ്ങൾ സ്ലൈഡ് നമ്പർ എത്ര ഇത് വരേണ്ട മോനെ? 31 വരേണ്ടത്. സ്ലൈഡ് നമ്പർ 31 ആണ് കേട്ടോ ഇവിടെ വരേണ്ടത്. സ്ലൈഡ് നമ്പർ 31 ആൻസർ എന്ന് പറഞ്ഞിട്ട് അതർ 2 സൈഡ്സിൻ്റെ, അതായത് എ ബിയുടെയും എ സിയുടെയും നീളം നിങ്ങൾക്ക് ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം. സോ അത്രയാണ് എന്നുള്ളത് ഡെസിമൽസിലുള്ളത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ? ഫ്രാക്ഷൻസ്, ഭിന്നസംഖ്യകൾ. അപ്പോൾ നമ്മളെന്താണ് ഭിന്നസംഖ്യകൾ പഠിക്കാൻ പോവാണ്. ഫ്രാക്ഷൻ. എന്താടാ ഫ്രാക്ഷൻ? ആദ്യം ബേസിക്കലി ഒരു കാര്യം, ഇതൊന്നും ശരിക്കും ഇതിൽ പറയാൻ പാടില്ല, എന്നാലൊന്നും പറയാം. അത് ഇതിനെ നമ്മളെന്താ വിളിക്കുക? അതായത് മൊത്തം 4 പാർട്ടുണ്ട്, അതിലൊരു പാർട്ടാണ്. അപ്പോൾ എന്താ നമ്മളതിന് പറയാം? 1/4 അല്ലെ 1/4, 1/4 എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ ഇതെന്തായിരിക്കും? വെറുതെ ഒന്ന് ജസ്റ്റ് എന്താ ഫ്രാക്ഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് എന്താണ്? മൊത്തം 3 പാർട്ടുണ്ട്, അതിൽ 2 പാർട്ടാണ് നമുക്ക് സെലക്ട് ചെയ്തത്. അപ്പോൾ 2/3 അല്ലെങ്കിൽ 2/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പാർട്ടുള്ള ഒരു സാധനത്തിൽ നിന്ന് 2 എണ്ണം സെലക്ട് ചെയ്യാനാണ് 2/3 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1/4 അതേപോലെ തന്നെ. ഓക്കെ, ഇതാണ് ബേസിക്കലി ഒരു ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കുറേ നല്ല എനിക്കിങ്ങനെ കൊതിയാവുന്നുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കാൻ. പക്ഷേ എന്താണ്, നമുക്ക് സമയമില്ല, നമുക്ക് പരീക്ഷ ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ അല്ലേ, അത് 10ാം ക്ലാസ് പരീക്ഷയ്ക്ക്. ഓക്കെ റൈറ്റ്. ഫ്രാക്ഷൻ്റെ കേസിൽ ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നോ? ഒരു ഫ്രാക്ഷൻ ഇപ്പോൾ ഉദാഹരണത്തിന് 1/2 1/2 എന്നുള്ള ഫ്രാക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? താഴെ മേലെയും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അതേപോലെ തന്നെ എന്താണ് ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും ആ ഫ്രാക്ഷൻ എന്ത് സംഭവിക്കില്ല? ഒന്നും സംഭവിക്കില്ല. രണ്ടും തുല്യമായ ഫ്രാക്ഷൻ തന്നെയാണ്. അതായത് 1/2 നമുക്ക് എന്ത് ചെയ്യാം? താഴെയും മേലെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. താഴെയും 2, മേലെയും 2 കൊണ്ട്, താഴെയും 2 കൊണ്ട്. അപ്പോൾ എന്താ 1 × 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 × 2 4. അപ്പോൾ 1/2 തന്നെയാണ് എന്ത്? 2/4. ഈ 2/4 നമുക്ക് ഒരേ നമ്പർ ഉണ്ട് എന്ത് ചെയ്യാം? 2നെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് സംഭവിക്കും? 2 × 10 20/40. ഇത് തന്നെയാണ് 1/2. ഇതിനെ വേണേൽ നമുക്ക് എല്ലാത്തിനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? 20 × 5 എന്ന് പറഞ്ഞാൽ എന്താടാ 100. 40/40 × 5 എന്ന് പറഞ്ഞാൽ 200. ഇതൊക്കെ ഒന്നിന്, അതായത് 1/2ഉം 2/4ഉം 20/40ഉം 100/20 ഒക്കെ ഒന്നാണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഇത് നേരെ ഡിവൈഡ് ചെയ്യുമ്പോഴും ഇത് തന്നെയാണ് സ്ഥിതി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് എന്തിനാണെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റും, അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ 1/2നെ താഴെയും മേലെയും ഒരേ നമ്പർ കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് തുല്യമല്ല. 1 + 1 2ഉം 2 + 1 3യുമായിട്ട് 2/3ഉം 1/2ഉം എന്തല്ല? ഈക്വൽ അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. താഴെയും മേലെയും ഒരേ നമ്പർ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഒരേ നമ്പർ കൊണ്ട് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാം. ഇവിടെ ഇമ്പോർട്ടൻസ് എവിടെയാണ്? ഡിവൈഡ് ചെയ്യുന്നതിന്. ഇപ്പോൾ ഒരു ഉദാഹരണം കാണിച്ചു തരാം. അപ്പോൾ 15/75 വലിയ ഫ്രാക്ഷൻ അല്ലേ, വലിയ ഭിന്നസംഖ്യ. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഒരു ഭിന്നസംഖ്യ ആണോ നിങ്ങൾക്ക് ഇതിന് 2നെയും ഹരിക്കാൻ പറ്റുന്ന ഏതെങ്കിലും നമ്പർ നിങ്ങളെ മനസ്സിൽ വരുന്നുണ്ടോ? വരണം. എന്താണ്? 5നെ കൊണ്ട് 2 ഹരിക്കല്ലേ. നമുക്ക് ധൈര്യമായിട്ട് 2നെ ഹരിക്കാം. ഡിവൈഡഡ് ബൈ 5, 15ഉം ഡിവൈഡഡ് ബൈ 5, 75ഉം ഡിവൈഡഡ് ബൈ 5. 15 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ 3 ആണ്. 75 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ 3/15 ആയി മാറും. അതായത് 15/75 തന്നെയാണ് എന്ത്? 3/15ഉം. തീർന്നിട്ടില്ല. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ 3/15ലെ 3നെയും 15നെയും ഒരേപോലെ ഹരിക്കാൻ പറ്റുന്ന ഏതേ നമ്പർ നിങ്ങളെ മനസ്സിൽ വരുന്നുണ്ടോ? വരുന്നുണ്ട്. ഏതാ? 3. അപ്പം എന്ത് ചെയ്യാം? 3നെയും 15നെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 3നെ 3 കൊണ്ട് ഹരിച്ചാൽ 1 ആണ്. 15നെ 3 കൊണ്ട് ഹരിച്ചാൽ 3 ആണ്. 3 അല്ല 5 ആണ്. അപ്പം എന്ത് സംഭവിക്കും? 15/75 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/5 ആണ്. ഇതാണ് ചില സ്ഥലത്തൊക്കെ നിങ്ങൾക്ക്, എസ്പെഷ്യലി നമ്മുടെ ഈ ഒരു ചോദ്യമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയിലിടാം. സാധ്യതകൾ ഗണിതത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് എഴുതുമ്പോൾ ചില കുട്ടികൾ കട്ട് ചെയ്ത് നമ്മളിങ്ങനെ വായും പൊളിച്ചിരിക്കില്ല. അതിന് തീരും. കാരണം ഇതിങ്ങനെ ഇത്രയും സ്റ്റെപ്പിലൊന്നല്ല ആൾക്കാർ ചെയ്യുക. 15/75 അല്ലേ,
ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ 2നെ 5 കൊണ്ട് ഹരിക്കാം. 15നെ 5 കൊണ്ട് ഹരിച്ചാൽ 3, 70നെ 5 കൊണ്ട് ഹരിച്ചാൽ 15, 3/15 കിട്ടും. എന്നിട്ട് നമ്മൾ അവസാനിപ്പിക്കുമോ? ഇല്ല. ഇത് നമുക്ക് വീണ്ടും 3/15 നിന്ന് 2നെ 3 കൊണ്ട് 3നെ ഹരിച്ചാൽ 1, 15നെ ഹരിച്ചാൽ എത്രയാ? 5. അപ്പോൾ ആൻസർ എന്താ? 1/5. ഇങ്ങനെ എഴുതാം. ഇതാണ് ഈ ചെയ്തിരിക്കുന്നത് ലോജിക്ക്. അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ ചിലപ്പോൾ എന്തുണ്ടാവും, ചിലപ്പോൾ നമുക്ക് 3 × 5 എന്താണ് 9 × 10 എന്നൊക്കെ വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 3നെയും 9നെ ഹരിക്കും. ഇതൊക്കെ ഇൻറ്റു ആകുമ്പോൾ മാത്രം, ഇൻറ്റു ഡിവിഷൻ ആകുമ്പോൾ മാത്രം കേട്ടോ. അഡിഷൻ വരുമ്പോൾ 3നെ 9നെയും നോക്കുമ്പോൾ 3നെ 9നെ എന്ത് ചെയ്യും? 1/3 എന്നാക്കാൻ പറ്റും. അതുപോലെ 5നെയും 10നെ എന്താ 1/2 എന്നാക്കാം. അപ്പോൾ ശരിക്കും ഇതെന്തായി മാറും? 1 × 1 / 3 × 2 എന്നായി മാറും. ഒക്കെ പോയിട്ട്. അപ്പോൾ എന്താ 1 × 1 1 ആണ്. 1/6 നമുക്ക് ആൻസർ. ഇങ്ങനെ കട്ട് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ലോജിക്ക് ആ സാധനം തന്നെയാണ്. ഇതെന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം മനസ്സിലായി എങ്ങനെയാണ് ഇത് കട്ട് ചെയ്തതെന്നൊക്കെ ഞാൻ ലാസ്റ്റ് പഠിപ്പിച്ചു തരും. ഓക്കെ, ഈ ലോജിക്ക് മനസ്സിൽ ഇതാണ് അവർ ചെയ്യുന്നത്. അതായത് ഒരു ഫ്രാക്ഷനാ, ഒരു ഭിന്നസംഖ്യനെ ഒരേ നമ്പർ കൊണ്ട് ഹരിച്ചാലും, ഭിന്നസംഖ്യൻ്റെ ന്യൂമറേറ്ററും അംശവും ഛേദവും ഒരേ നമ്പർ കൊണ്ട് ഹരിച്ചാലും ഒരേ നമ്പർ കൊണ്ട് ഗുണിച്ചാലും എന്തില്ല, അതിനൊരു മാറ്റവും വരില്ല. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷൻ്റെ അഡിഷനും സബ്ട്രാക്ഷനും. മക്കൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു ഭിന്നസംഖ്യ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പം അതിൻ്റെ ഡിനോമിനേറ്റർ അഥവാ അംശം അല്ല ഛേദം എന്തായിരിക്കണം? ഛേദം സെയിം ആയിരിക്കണം. മസ്റ്റാ. ഛേദം ഒരുപോലെ അല്ലാണ്ട് രണ്ടെണ്ണത്തിന് എന്ത് ചെയ്യാനാണ്? നിങ്ങൾക്ക് ആഡ് ചെയ്യാനാവില്ല. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മളെ ഭാഗ്യത്തിന് എന്തുണ്ട്? ഇതിൻ്റെ ഒക്കെ ഛേദം 1 തന്നെയാണ് അല്ലേ? അത് 2/3 + 1/3 എന്താ 3 ആണ് നമ്മളുടെ ഡിനോമിനേറ്റർ വരുന്നത്. അങ്ങനെയാണ് നമ്മളെ ആൻസർ എന്തായിരിക്കുന്നോ? നമ്മളുടെ ആൻസർ നോക്കുകയാണെങ്കിൽ ഡിനോമിനേറ്റർ അതേപോലെ തന്നെ വെക്കുക. 3 എന്താണോ അത് കൂട്ടുക. 3 + 3 6 കൊടുക്കരുത്. നിങ്ങൾ പണ്ട് ഇത് 3/6 എന്നൊക്കെ ആൻസർ എഴുതിയിട്ടുണ്ടോ? 2 + 1 3യും 3 + 3 6 ഇല്ല. ഡിനോമിനേറ്റർ ഒരേപോലെ ആക്കുക. ആ ഡിനോമിനേറ്റർ അതേപോലെ കീപ്പ് ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ഡിനോമിനേറ്റർ ഇങ്ങനെ. അപ്പോൾ ന്യൂമറേറ്റർ ഇത് കൂട്ടലാണെങ്കിൽ ന്യൂമറേറ്റർ ഇത് കൂട്ടലായതുകൊണ്ട് 2 + 1 ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? നമ്മൾ ആൻസർ 2 + 1 3 ഡിനോമിനേറ്റർ 3. 3/3നെ നമുക്ക് എന്ത് ചെയ്യുക? 2നെ 3 കൊണ്ട് ഹരിക്കുക. അപ്പോൾ എന്താണ്? ഇതും 1 ഇതും 1 1/1 ആണ്. 1/1 എന്ന് പറഞ്ഞാൽ അഥവാ 1 തന്നെയാണ് നമ്മളെ ഫൈനൽ ആൻസർ വരുന്നത്. അതാണ് ഈ കട്ട് ചെയ്യുമ്പോൾ സാധനം അല്ലേ? അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്ക്. ഇത് ചെയ്യുമ്പോൾ ഭാഗ്യത്തിന് എന്താ? 2നും ഒരേ ഛേദമാണ്, ഒരേ ഡിനോമിനേറ്റർ ആണ്. അത് അങ്ങനെ തന്നെ ഇടുന്നു. 4 + 1 ആണ്. അല്ല, ഇവിടെ മൈനസ് ആണ്. അപ്പോൾ 4 - 1 ചെയ്യുന്നു. 4 - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 3 ആണ്. ഡിനോമിനേറ്റർ അതേപോലെ തന്നെ 3/7 ആണ് ആൻസർ. ഇത്രയേ ഉള്ളൂ. സാറേ പറ്റിക്കല്ലേ, അതിന് ഏത് ഫ്രാക്ഷനാണ് ഒരേ ഡിനോമിനേറ്റർ വന്ന് തരിക? അങ്ങനെ വരുമ്പോൾ ഇതുപോലത്തെ കേസിൽ എന്താ ചെയ്യാമെന്ന് സാറ് നിങ്ങൾ പറയുന്നുണ്ടാവും അല്ലേ? ഇതുപോലത്തെ കേസ് ചെയ്യാനൊന്നുമില്ല. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ആദ്യം നമ്മൾ ഡിനോമിനേറ്റർ ഉണ്ടല്ലോ, ആ ഡിനോമിനേറ്റർ എന്തായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണിതമായിരിക്കണം. 3 × 7 21 ആയിരിക്കണം. എന്നിട്ടോ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 2 × 7 എത്രയാ? 2 × 7 പിന്നെ ഇവിടെ പ്ലസ് അല്ലേ? പ്ലസ് ആകുമ്പോൾ +3 ഇതാണ് നമ്മളുടെ ആൻസർ വരിക. 2 × 7 എന്ന് പറഞ്ഞാൽ എത്രയാടാ? 14 + 12 / 21 അഥവാ 26/21 ആണ് നമ്മുടെ ആൻസർ. കണ്ടോ? ഇതാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഇനി ചിലപ്പോൾ ഇത് ചെറുതാക്കാൻ പറ്റും. നിങ്ങൾ അങ്ങോട്ട് ചെറുതാക്കി കേട്ടോ. 26/21 ചെറുതാക്കാൻ. എന്താ ഞാൻ ചെയ്തത്? ഡിനോമിനേറ്റർ ഒന്നിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? 3 × 7 21 ആണ് നമ്മളെ കോമൺ ആയിട്ടുള്ള ഡിനോമിനേറ്റർ. എന്നിട്ട് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 2 × 7 14 പ്ലസ് ഇത് പ്ലസ് ആയതുകൊണ്ടാണ് 3 × 4 12. 14 + 12 എന്ന് പറഞ്ഞാൽ 26 ആണ്. പ്ലസ് ഇതും കൂടി ആയാൽ 26/21 വരും. ഇങ്ങനെ ഓരോന്നും ചെയ്യാം. അടുത്ത് നോക്കിക്കോ. ഇതാദ്യം എന്താണ് ഡിനോമിനേറ്റർ വരിക? 5 × 11 5 × ഇത് എന്ന് പറഞ്ഞാൽ 55 വരും. പിന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എത്ര? 11 × 1 അത് 11 തന്നെ. മൈനസ് ഇവിടെ മൈനസാണ്. -6 × 5 30. അപ്പോൾ 11 - 30/55 ആണ്. അതെന്താ ചെയ്യേണ്ടത്? 11 - 30 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ? 11 + -30 / 55. അപ്പോൾ എന്താ? വലുതെന്ന് ചെറുത് കുറക്കുന്നു. 30 ന്ന് 11 കുറച്ചാൽ 19 ആൻസർ കിട്ടുന്നു. വലുതിൻ്റെ -19/55 ആണ് നമ്മളുടെ ആൻസർ. -19/55. നമ്മൾ പഠിച്ച ഓരോ സ്റ്റെപ്പുകളും നിങ്ങൾ ഓർക്കണേ. ഈ ചോദ്യം ഒന്ന് ചെയ്ത് നോക്ക്. എന്താ നമ്മളുടെ ഡിനോമിനേറ്റർ വരിക? എന്താടാ? ഡിനോമിനേറ്റർ 3 × 7 21 തന്നെ. പിന്നെ എന്താ? 7 × 8 56. ഇത് മൈനസ് ആയതുകൊണ്ട്
-6. അപ്പോൾ എത്ര 56 - 50/21. ഇതൊന്നും കട്ട് ചെയ്യാൻ പറ്റൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. കട്ട് ചെയ്യാൻ പറ്റൂല. ചോദ്യം ഉണ്ട് ഇനി? ഇല്ല. ഓക്കെ. അയ്യോ, നിങ്ങളുടെ ചോദ്യത്തിന് മുമ്പ് നമ്മുടെ ആൻസർ വന്നുപോയി. നിങ്ങളുടെ ചോദ്യത്തിന് മുന്നേ നമ്മുടെ ആൻസർ വന്നു. അപ്പോൾ എന്താ, ഇതാണ് നിങ്ങളുടെ ചോദ്യം. ഇതാണ് നിങ്ങളുടെ ചോദ്യം. പോസ് ചെയ്ത് ആൻസർ ഒന്നും ചെയ്യല്ലേ, വേഗം ചെയ്യ്. ഈ പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ച് വേഗം ഒന്ന് ചെയ്യടാ, വേഗം ഒന്ന് ചെയ്യ്. പോസ് ചെയ്യണേ. 6 ചോദ്യങ്ങൾ, ഒരാൻസർ. 6 ആൻസറുകൾ ചെയ്യുക. സ്ലൈഡ് നമ്പർ 39 ആണ് വേണ്ടത്. സ്ലൈഡ് നമ്പർ 39 ആണ്. 6 എണ്ണത്തിൽ എത്ര എണ്ണം ശരിയുണ്ട് നോക്കണേ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഫ്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ. എടാ, ഫ്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ എന്താണോ അഡിഷൻ ചെയ്യാൻ ആഗ്രഹിച്ച ആ സാധനം മൾട്ടിപ്ലിക്കേഷനിൽ വരിക. എന്താണോ 4/7 × 3/2 ആണ്. എന്താ ചെയ്യേണ്ടത്? ആദ്യം ന്യൂമറേറ്ററുകൾ മൾട്ടിപ്ലൈ. 4 × 3 12. 4 × 3 12 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്ത് ചെയ്യുക? 4 × 3 12 ഡിനോമിനേറ്റർ 7 × 2 14. ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ. ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താ 1/3 × -2/5 എന്ന് പറയുമ്പോൾ എന്താ 1 × -2. നമുക്കറിയാം ഓപ്പോസിറ്റ് സൈൻ ആകുമ്പോൾ രണ്ടും മൾട്ടിപ്ലൈ 1 × 2 2 ആണ്, മൈനസ് ആണ് നമ്മുടെ ആൻസർ. ബൈ 3 × 5 50. അത്രയേ ഉള്ളൂ. ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ നിങ്ങൾക്ക് ശരിക്കും ഒറ്റയടിക്ക് ഈ 7 കട്ട് ചെയ്യാൻ പറ്റും. കാരണം എന്താ? മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ 6/3 അല്ലെ, ഈ 6ഉം ഈ 3ഉം കട്ട് ചെയ്യുക. 2നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ എന്താണ്? ഇത് 1ഉം ഇത് 2 ആവും. നമ്മളെ ഫൈനൽ ആൻസർ 2 ആ വരിക. അല്ലേ ഞാൻ ഒന്നും കൂടെ മൊത്തം ചെയ്തിട്ടും ചെയ്യട്ടോ. 6/7/3 എന്നാകുമ്പോൾ നോക്കിക്കോ. 6 × 7 42/21 ആണ്. 2നെയും 21 കൊണ്ട് ഹരിക്കുക കോമൺ ആയിട്ട്. അല്ലെ 2നെയും 3 കൊണ്ട് ഹരിക്കുക. ആദ്യം 2നെയും 3 കൊണ്ട് 42ൽ 1 14 വരും. ഇതിൽ 7 വരും. ഈ വീണ്ടും 7 കൊണ്ട് ഹരിക്കുമ്പോൾ ഇത് 2 ആവും, ഇത് 1 ആവും. അഥവാ 2/1 വിച്ച് ഈസ് ഈക്വൽ ടു 2 തന്നെ വരും. 2/1 വിച്ച് ഈസ് ഈക്വൽ ടു 2 തന്നെ വരും. കാര്യം കത്തിയില്ലേ? അപ്പോൾ ആൻസർ അങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ. ഇനി ഡിവിഷൻ ആകുമ്പോഴോ? ഡിവിഷൻ ആകുമ്പോൾ നേരെ ഒരു സ്റ്റെപ്പും കൂടെ. നമ്മൾ പണ്ട് എന്തിലാണ് നെഗറ്റീവ് നമ്പറിൽ മൈനസും പ്ലസും എടുക്കുമ്പോൾ ഒരു സ്റ്റെപ്പ് എടുത്തില്ല. അതേപോലെ എന്താ ഇതെന്താ ചെയ്യേണ്ടത്? 3/2 ഡിവൈഡഡ് ബൈ 1/7 അല്ലേ? എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചാൽ 3/2 ഡിവൈഡ് എന്ത് ചെയ്യുക? ഇൻറ്റു ആക്കുക. അപ്പോൾ ഇത് സാറേ ഇത് നെഗറ്റീവ് കൊടുത്താൽ പോലെ, നെഗറ്റീവ് അല്ല കൊടുക്കണം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ ഉൾട്ടയാക്കുക. 1/7 ആണെങ്കിൽ എന്ത് വരണം? 7/1 വരണം. എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3 × 7 21 ഡിവൈഡഡ് ബൈ 2. അത്ര ആൻസർ ഉള്ളൂ. 2 എങ്ങനെ? 2 × 1 21. ഇനി എന്താവും? 4/9 എന്തായി മാറും? 4/9 ഡിവൈഡഡ് ബൈ 3/5 എന്തായി മാറും? ഇൻറ്റു 3/5 പകരം എന്താ വരിക? നേരെ ഉൾട്ട 5/3 വരും. അപ്പോൾ എന്താ 4 × 5 20/9 × 3 27. ഇതോ 2/3 ഡിവൈഡഡ് ബൈ 4/9 നമ്മൾ 2/3 ഇൻറ്റു 9/4. ഇവിടെ കട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ 2 × 3 18/12 ആണ്. 2നെയും 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 18നെ 6 കൊണ്ട് ഡിവൈഡ് 3, 12നെ 3 2. അപ്പോൾ 3/2 ആണ് നമ്മളുടെ ആൻസർ. കട്ട് ചെയ്താലും നിങ്ങൾക്ക് അതേ ആൻസർ കിട്ടും. സോ ഇതാണ് ഡിവിഷൻ. ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൾട്ടയാക്കുക എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഉൾട്ടയാക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. കാര്യം മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ ഇതാ ഫ്രാക്ഷനും നമ്മൾ ഇവിടെ തീർക്കാൻ പോവാം. അഡിഷനും സബ്ട്രാക്ഷനും നമ്മൾ പഠിച്ചു, ഡിവിഷനും പഠിച്ചു. ഇത് ഇതാ നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ 4 ചോദ്യങ്ങൾ പോസ് ചെയ്തോ ആൻസർ ഇത്തോ. നമുക്ക് വരാൻ പോകുന്നത് 44 സ്ലൈഡിൽ 4 എണ്ണത്തിൽ എത്ര എണ്ണം ശരിയുണ്ടെന്ന് പറയണേ. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും വളരെ എളുപ്പമായിട്ട് വേഗം ചെറിയ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ആൻഡ് ഇതോടുകൂടി ഇതെങ്ങനെയാണ് വരുന്നത് നോക്കാം. നോക്ക്, 5 മാർക്കിന് 2019 ചോദിച്ചാണേ. 3 if the terms of an arithmetic sequence എന്ന് ടേംസ് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പറയുന്നത് വാട്ട് ഈസ് x1 + x2 + x3 ആണ്. എങ്ങനെ ചെയ്യൂ? x1 + x2 + x3 എന്ന് പറഞ്ഞാൽ എത്ര? x1 എന്ന് പറഞ്ഞാൽ ഇത് പറയാം. ഇതെന്താണ് ഇതിൻ്റെ മലയാളം മീഡിയം ഇല്ലല്ലേ? ഒന്നുമില്ല. ഇതാണ് അരിത്തമെറ്റിക്. ഇതെന്താണ്? x1 x2 x3 ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്ത് വാട്ട് ഈസ് x1 + x2 + x3 ആ. x1 എന്ന് പറഞ്ഞാൽ 2/9 ആണ്, പ്ലസ് x2 എന്ന് പറഞ്ഞാൽ 3/9 ആണ്, പ്ലസ് x3 എന്ന് പറഞ്ഞാൽ 4/9 ആണ്. ഇത് ആൻസർ ചെയ്യണം. 3 എണ്ണം ആഡ് ചെയ്യുമ്പോൾ സാർ അത് സാർ പഠിപ്പിച്ചാൽ ഒന്നുമില്ലടാ. ഡിനോമിനേറ്റർ സെയിം ആയിരിക്കണം ആഡ് ചെയ്യുമ്പോൾ. എല്ലാത്തിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ കോമൺ 9. മോൾ എന്ത് ചെയ്യണം? 2 + 3 + 4 വരും. അപ്പോൾ എന്ത് വരും? 5 + 4
9/9 9/9 എന്ന് പറഞ്ഞാൽ 1 ആണ് നമ്മൾ ആൻസർ. ഇത് നിങ്ങൾക്ക് ഇത് പഠിച്ചിട്ടില്ലേ കിട്ടുമോടാ? ഇത് പഠിച്ചിട്ടില്ലേ കിട്ടുമോ? ഇല്ലല്ലോ. അതാണ് ഇതിൻ്റെ 5 മാർക്കിൻ്റെ ചോദ്യം. ഇനി അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കുക. വാട്ട് ഈസ് x4 + x5 + x6 എന്താ വരിക? x4 എന്ന് പറയുന്നത് 5/9 ആണ്. അപ്പം 5/9 + 6/9 + 7/9 ഇതിൻ്റെ ആൻസർ കമൻറ്റിൽ ഇട്ടോ. എന്താണ് സ്ലൈഡ് എന്താ? 44. സ്ലൈഡ് 44ൽ ആൻസർ ഇട്ടോ. ബാക്കിയൊക്കെ ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 9 ടേംസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, വേഗം ചെയ്തോ. ഓക്കെ, അതെങ്ങനെ ചെയ്യാം? ഒന്നുമില്ലടാ. ഡിവൈഡഡ് ബൈ 9 1 + 9 നമ്മളെ മറ്റേ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത് n × n + 1/2 എന്നുള്ള. വാട്ട്സ് ദ സം ഓഫ് ഫസ്റ്റ് 300 ടേംസ് ചെയ്യാൻ പറ്റണം. ഇതെന്ത് ചെയ്യുക? ബി ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുക. ബാക്കിയൊക്കെ നമ്മളുടെ മറ്റേ മുമ്പ് അരിത്തമെറ്റിക് സീക്വൻസ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് നന്നായി ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ കമൻറ്റിൽ ഇടുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഏറ്റവും അവസാനത്തെ സെക്ഷൻ ഫൈൻഡിങ് എക്സിനെ കണ്ടുപിടിക്കുക. എക്സ് എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ഏത് അൺനോൺ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഏത് അൺനോൺ ആയാലും കുഴപ്പമില്ല. എക്സിന് എന്ത് ചെയ്താൽ മതി? നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളത്. അത് ഞാൻ ചോദ്യത്തിലൂടെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ നേരത്തെ ഡയമീറ്റർ കണ്ടില്ലേ? വ്യാസം കണ്ടിട്ടില്ല? അതേപോലെ തന്നെയാണ്. എടാ ഇതൊരു ചോദ്യം. 4x + 3 = 11 3x - 2 = 7. എടാ ഇവിടുത്തെ കേസിലൊക്കെ നമ്മൾ എക്സിനെ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിനെ നമ്മൾ ഒറ്റപ്പെടുത്തണം. അങ്ങനെ സാർ എക്സിനെ ഒറ്റപ്പെടുത്താം. ആദ്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് തന്നെ അറിയാലേ, ഈ 4x എന്ന് പറയുന്ന കമ്പാരിറ്റീവിൽ ഒരു ടീമാ. ഈ 3 പുറത്തുള്ള അല്ലേ, പിന്നെ ഈ 11 പുറത്ത്. ആദ്യം തന്നെ ഈ 3നെ നമുക്ക് ഒഴിവാക്കണം. 3നെ ഒഴിവാക്കുമ്പം എന്താ ലോജിക്ക് എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് അറിയാമല്ലേ എന്താണ്? ഇവിടെ എന്താണ്? 4x + 3 ആണ് അല്ലേ? 4x + 3 അല്ലേ? ഇതിൻ്റെ പിന്നിലൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ ഉണ്ട്. അതൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. 4x + 3 ആണ്. നമ്മൾ എന്ത് ചെയ്യുക? ഈ 3നെ നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കാൻ പറ്റും. ഈ 3നെ ഇങ്ങോട്ടേക്ക് നമുക്ക് കൊണ്ടുപോകാം. എന്ത് സംഭവിച്ചാൽ ഈ പ്ലസ് എന്ത് ചെയ്യണം? മൈനസ് ആയാൽ മതി. അതായത് ഇവിടെ എന്താവും? 4x ഈ 3നെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ട് ഈക്വൽ ടു എന്താ? 11. ഇവിടെ +3 ആണ് -3 ആയി മാറും. അപ്പം എന്ത് സംഭവിക്കും? 4x = 11 - 3 = 8. അതായത് ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആയി മാറും അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ. ഇനി നമുക്ക് നോക്കണം. ഇനി നിങ്ങൾ നോക്കി, ഈ 4x എന്ന് പറഞ്ഞാൽ എന്താ? 4 × x ആണ് അല്ലേ? അപ്പം നമുക്ക് ഈ 4നെ ഒഴിവാക്കണ്ടേ? ഇതിവിടെ ഇൻറ്റു ആയതുകൊണ്ട് തന്നെ ഇതിനെ ഒഴിവാക്കുമ്പോൾ എന്ത്? ഇതിൻ്റെ നേരായിട്ട് ഇത് പ്ലസ് ആകുമ്പോൾ ഇത് മൈനസ്, ഇത് ഇൻറ്റു ആകുമ്പോൾ ഇത് ഡിവൈഡ്. ഇത് ഡിവൈഡ് ആണെങ്കിൽ ഇത് മൾട്ടിപ്ലിക്കേഷൻ. ഇത് മൈനസ് ആയിരുന്നെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ പ്ലസ് ആവും. നേരെ സൈൻ ഉൾട്ടയാവും. സൈനല്ല, നേരെ എന്താണ് ചെയ്തത് അത് ഉൾട്ടയാവും. ഓപ്പറേഷൻ ഉൾട്ടയാവും. അപ്പോൾ 4xന് എന്താ? ഈ 4നെയൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ വെറും x മാത്രം അവിടെ ആയി മാറും. 8 / 4 ആവും. ഇൻറ്റു 4 / 4 ആവും. അപ്പോൾ എന്താ? x = 8 / 4. എക്സിൻ്റെ വാല്യൂ 2 ആണ്. അങ്ങനെ ചെയ്യും. എക്സിനെ അങ്ങ് ഒറ്റപ്പെടുത്തിയിട്ട് ലാസ്റ്റ് x മാത്രം കിട്ടും. അതാണ് നമ്മളുടെ വാല്യൂ വരിക. x = 2. ക്ലിയർ ആയടോ? ക്ലിയർ ആയില്ല സാറേ? കുറച്ചും കൂടി ചോദ്യം ചെയ്യാം. നോക്കിക്കോ, അടുത്തത് 3x - 2 = 7. എന്ത് ചെയ്യും? ആദ്യം നമുക്ക് ഈ ഒറ്റയ്ക്ക് ഇരിക്കുന്ന -2 എന്ത് ചെയ്യാം? ഒഴിവാക്കാം. ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കേണ്ടത്? ഇത് -2 ആവുമ്പോൾ +2 ആയി മാറും. അപ്പം എന്താ? ഇവിടെ വെറും 3x മാത്രം ആക്കി ഈക്വൽ ടു 7. ഈ -2 എന്തായി മാറും? +2 ആയി മാറും. അഥവാ 3x = 9. തീർന്നോ? തീർന്നിട്ടില്ല സാറേ. എന്താ പ്രശ്നം? ഇവിടെ ഒരു 3യും കൂടെ ഉണ്ട്. ഈ 3 എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഇതെന്താവും? ഇതിൻ്റെ അടിയിലേക്ക് പോകും. അപ്പോൾ ഇവിടെ 3 പോയാൽ ഇവിടെ x മാത്രം ഈക്വൽ ടു 9 / 3. x = 9 / 3 എന്ന് പറഞ്ഞാൽ എത്രയാടാ? 9 ഹരിക്കണം 3 എന്ന് പറഞ്ഞാൽ 3 ആണ് ഇതിൻ്റെ ആൻസർ. ഇത് കുറേ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ. അതൊന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ഈ SSLCക്ക് വരില്ല കേട്ടോ. പിന്നെ അതൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത് തന്നെയാണ് ലോജിക്ക് അവിടെ വരിക. നെക്സ്റ്റ്, x/4 = 2/16. അപ്പം എന്താ? ഇവിടെ എന്താ? ഇവിടെ ഡിവൈഡഡ് ബൈ ആണ്. അപ്പം എന്ത് ചെയ്യണം? ആകെ ഇവിടെ പ്ലസ് ഒന്നും ആരുമില്ല. എന്ത് ചെയ്താൽ മതി? ഇയാൾ അപ്പുറത്തെ സൈഡ് ഇത് ഡിവൈഡഡ് ആണ്. ഇതെന്താവും? ഇൻറ്റു ആയി മാറും. അപ്പം എന്ത് സംഭവിക്കും? x = 2/16. ഇത് ഡിവൈഡഡ് ആയിട്ട് ഇൻറ്റു 4 വരും. അപ്പം എന്താ? x = 2 × 4 8/16. 8/16 എന്ന് പറഞ്ഞാൽ എന്താടാ? 2നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1/2. x = 1/2 ആണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇത് കുറച്ച് ടഫാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് അഥവാ വന്നാലോ എന്നുള്ള രീതിയിൽ, ഇത് മനസ്സിലായിട്ടില്ലേ? നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, റൈറ്റ്.
4x plus 2 is equal to 2x plus 8. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഈ 2നെ ഇങ്ങോട്ടേക്ക് മാറ്റും. അത് എളുപ്പമല്ലേ? 4x plus 2 എന്നുള്ളത് അതിനെ അങ്ങോട്ട് മാറ്റിയാൽ -2 ആയി മാറും. അപ്പോൾ എന്താ 4x plus 2 is equal to 2x plus എന്ത് വരും? 8 minus 2 വരും. അതെന്താ സംഭവിക്കുക? 4x plus 2 is equal to 2x plus 8 minus 2 എന്താ? 6. 4x plus 2 ഇല്ല. 4x is equal to 2x. അല്ലേ? ഈ 2 അങ്ങോട്ടേക്ക് പോയില്ല. അപ്പോൾ 4x is equal to 2x plus 6 നമുക്ക് കിട്ടും. സാർ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ രണ്ട് ഇവിടെ. ഇനി എന്ത് ചെയ്യണം? ഇയാൾ ഇങ്ങോട്ട്, അതായത് ഈ ഈക്വൽ ടു സൈനിൻ്റെ കടക്കുമ്പം ഇത് +2x അല്ലേ? ഇതെന്ത് ചെയ്യണം? ഇത് ഇങ്ങോട്ടേക്ക് മാറ്റുമ്പം -2x ആയി മാറും. ഇത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ -2. അതുകൊണ്ടാണ് ഇത് ചിലപ്പോൾ കത്തിയിട്ടില്ലേ, പ്രശ്നമില്ല, നിങ്ങൾ ഇഗ്നോർ ചെയ്തോ. കാരണം ഇത് കുറേ പാർട്ട് ഇതിൻ്റെ മുന്നേയും കൂടെ പഠിച്ചാൽ, ഓൾജിബ്രയൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലൊരു ധൈര്യത്തിന് ഞാൻ അവിടെ തന്നെന്ന് മാത്രമേ ഉള്ളൂ. ചില തന്നിട്ടില്ലേ കുറച്ചും കൂടെ നന്നായെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ഇതെന്താ? ഈ 2xനെ ഇങ്ങോട്ടേക്ക് എടുക്കണം. അപ്പം എക്സിനെ ഒറ്റപ്പെടുത്തുക എന്ന് പറയുമ്പോൾ എക്സുകൾ ആദ്യം ഒന്നിപ്പിക്കണ്ടേ, എന്നിട്ട് ഒറ്റപ്പെടുത്തണ്ടേ. അപ്പം എന്ത് സംഭവിക്കും? ഈ 2x എന്തായി മാറും? 4x minus 2x ആയി മാറും. ഈക്വൽ ടു ഇവിടെ 2x ഇനിയില്ല, 6 മാത്രം. ഓക്കെ, ഇനി 4x minus 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് എക്സുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താണ്? ഇത് മാത്രം കുറച്ച് 4 minus 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. ആ എക്സും കൂടെ ഇട്ടാൽ മതി. 2x. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 6. അപ്പം നമ്മുടെ ആൻസറിലേക്ക് എത്തിയല്ലോ. എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്? ഈ 2 ഇങ്ങോട്ട് ഡിവൈഡ് ആവുക 6/2 വിച്ച് ഈസ് ഈക്വൽ ടു 3. ഇത് എന്താണ്? ഇത് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ജസ്റ്റ് അങ്ങോട്ട് കണ്ണടച്ചാൽ മതി, പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, റൈറ്റ്. അറിഞ്ഞിട്ടില്ലേ? പ്രശ്നമില്ല. ഇക്കുറിയത്തെ SSLCക്ക് നമുക്ക് പ്രശ്നമില്ല. +1 എത്തുമ്പോൾ നമ്മൾ ഫുൾ ഓൾജിബ്രയുടെ ബേസിക്സും കൂടെ എന്ത് ചെയ്ത് തരും? നമ്മൾ പറഞ്ഞു തരും. ഇനി എന്താണ്? ഇനി ഒരു 2 ചോദ്യങ്ങളും കൂടെ നോക്കിക്കോ. 4/x is equal to 6/16. ഇതെവിടെയാണ് വരിക? നമ്മുടെ കോണില്ലേ, സോളിഡ്സ്, ഘനരൂപങ്ങൾ, കോണിൻ്റെ റേഡിയസ് ഒക്കെ ചോദിച്ചിട്ട് അല്ലെ ആംഗിളൊക്കെ ചോദിക്കുമ്പോൾ ഇതുപോലെ വരും. ഇതെന്താ സംഭവിക്കുക? ഇത് സംഭവിക്കുമ്പോൾ 4/x ഇങ്ങനെ വരുമ്പോൾ എന്താ? എക്സിന് ആദ്യം ഇങ്ങോട്ടേക്കും ഇതിന് ഇങ്ങോട്ടേക്കും ഉണ്ട്. അപ്പം എന്താ വരും? 4 × 12 is equal to 16x വരും. അപ്പോൾ 4 × 12 എന്ന് പറഞ്ഞാൽ 48 is equal to 16x. അയ്യോ സാർ, എക്സ് അപ്പറായിപ്പോയി, എക്സ് ഇപ്പറം വരണ്ടേ, എക്സ് അപ്പറായിപ്പോയി സാർ, എക്സ് ഇപ്പറം വരണ്ടേ എന്നുണ്ടാവില്ല നിങ്ങൾ വിചാരിക്കുന്നത്. എടാ അതൊരു പ്രശ്നമില്ല കേട്ടോ. ഒരു ഈക്വൽ ടു സൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും അത് മാറ്റുന്നതിനൊന്നും സൈനൊന്നും മാറ്റണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇത് ഇങ്ങോട്ടേക്കും ഇത് ഇങ്ങോട്ടേക്കും ഇടുന്നതിനൊരു കുഴപ്പമില്ല. അത് പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ഈ ഒരു സ്ലൈഡും ഈ ചോദ്യം. 16x is equal to 48 ഇടുന്നതിനൊരു കുഴപ്പമില്ല. ഇവിടെ നോക്കിയത് സാറേ പ്രശ്നമാണല്ലോ, എക്സ് അപ്പറാണ്. അതൊന്നും ചെയ്യേണ്ട. എന്ത് ചെയ്താൽ മതി? 2x minus 1 ഇത് മൊത്തം ഇങ്ങോട്ടേക്ക് പോകുന്ന ഈക്വൽ ടു 3 എന്ന് എഴുതുന്നതിനൊരു പ്രശ്നമില്ല. ഇവിടുന്ന് അങ്ങോട്ട് ചെയ്താൽ മതി, അത് നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, അപ്പോൾ 16x is equal to 48, x is equal to 48 divided by 16. എല്ലാത്തിനെയും 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് തോന്നുന്നത്. എന്നാലും ഞാൻ എന്ത് ചെയ്യും? 8 കൊണ്ട് 2നെ ഡിവൈഡ്. 8 കൊണ്ട് ഇത് ഇട്ട് കഴിഞ്ഞാൽ 6 ആണ്, ഇത് 2 ആണ്. അപ്പോൾ 6 divided by 2 എന്ന് പറഞ്ഞാൽ 3 ആണ് ആൻസർ. സോ x is equal to 3 ആണ് ഇവിടുത്തെ ആൻസർ. ഇവിടുത്തെ കേസിലോ നമ്മൾ എന്ത് ചെയ്തു? എക്സ് അപ്പുറം വരുമ്പോൾ നിങ്ങൾ ഒറ്റയടിക്ക് ഇങ്ങോട്ട് ഇൻവേർട്ട് ചെയ്താൽ മതി കേട്ടോ. ഒറ്റയടിക്ക് എന്ത് ചെയ്യുക? എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണ്ണാടി വെച്ച് ഇങ്ങനെ ആക്കുന്ന പോലെ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഒരു കണ്ണാടി വെച്ചാൽ സംഭവിക്കില്ല, അതുപോലെ എന്ത് ചെയ്താൽ മതി? ചെയ്താൽ മതി. 2x minus 1 is equal to 3. ഇത് വളരെ സിമ്പിളാണ്. ഈ -1 എന്തായി മാറും? 2x is equal to 3 + 1 ആവും, അഥവാ 2x is equal to 4 ആവും. ഓർ x is equal to എന്ത് വരും? ഇത് താഴോട്ട് പോയാൽ 4/2 ഓർ x is equal to 0 അല്ല, 4/2 എന്ന് പറഞ്ഞാൽ 2. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇതിൽ പഠിക്കാവുള്ളൂ. ഇത് ഒറ്റയടിക്ക് നിങ്ങളിത് എത്ര തവണയായിട്ടാണ് കണ്ടതെന്നും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ലാസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതിനു മുമ്പ് ഇത് സോൾവ് ചെയ്യാനുള്ള കുറച്ച് 6 ചോദ്യങ്ങൾ, നിങ്ങൾക്ക് എല്ലാത്തരം ചോദ്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ട്. മറ്റേ ഒരു ടൈപ്പ് ഞാൻ ഇവിടെ ഇട്ടിട്ടില്ല കേട്ടോ. 4x + 2 എന്നുള്ള ഞാൻ എന്ത് ചെയ്തില്ല, ഇവിടെ ഇട്ടിട്ടില്ല, അത് വേണ്ടതില്ലായിരുന്നു. ഓക്കെ, 6 ചോദ്യങ്ങൾ പോസ് ചെയ്യുക. 51ാമത്തെ സ്ലൈഡോട് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിവിടെ അവസാനിക്കുന്നു. ഇതെങ്ങനെയാണ് ചോദ്യം വരിക നോക്കി കഴിഞ്ഞാൽ ഇതാ നോക്കിക്കോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാണെ, ഒരു സഞ്ചിയിൽ കുറേ ചുവപ്പും പച്ചയും പന്തുകളുണ്ട്. ഈ സഞ്ചിയിൽ നിന്ന് നോക്കാതെ ഒരു പങ്കെടുത്താലല്ല ഒരു പന്തെടുത്താൽ അത് ചുവന്നതാവാനുള്ള സാധ്യത 1/4 ആണ്. എന്നിട്ട് സഞ്ചിയിൽ 8 ചുവന്ന പന്തുകൾ ഉണ്ടെങ്കിൽ ആകെ പന്തുകളുടെ എണ്ണം എത്രയാണെന്ന ചോദ്യം. ഒന്ന് ചെയ്തു നോക്കടാ. 5 മാർക്കിന് 4 മാർക്കിന് 2019 മോഡലിൽ ചോദിച്ചതാണ്. ഇത് കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബാക്കി ചോദ്യത്തിലേക്ക് ആൻസർ. അതായത് ഒരു സഞ്ചിയിൽ കുറച്ച് റെഡും കുറച്ച് പച്ചയും ബോളുണ്ട്.
ഓക്കെ. എന്നിട്ട് നമ്മൾ ഒരു ബോൾ എടുത്തു കഴിഞ്ഞാൽ അത് ചുവപ്പാവാനുള്ള സാധ്യത 1/4 ആണെങ്കിൽ ടോട്ടൽ എത്ര ബോൾ ഉണ്ട് എന്നാണ് നമ്മളുടെ ചോദ്യം. സഞ്ചിയിൽ 8 അല്ല കേട്ടോ, 18 ചുവന്ന പന്തുകളാണ്. 2 ഇതാണ്. 18 ചുവന്ന പന്തുകൾ ഉണ്ടെങ്കിൽ ആകെ പന്തുകളുടെ എണ്ണം എത്രയാണെന്ന് നമ്മുടെ ചോദ്യം. എന്ത് ചെയ്യും? നമുക്ക് ചെയ്യാൻ പറ്റൂലേ? അതായത് നമുക്കറിയാം പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്ത്? ഇപ്പൊ ചുവന്ന പന്തുകളുടെ എണ്ണം എക്സ് ആണെങ്കിൽ എന്താണ്? എക്സ് ബൈ ടോട്ടൽ നമ്പർ അല്ല. നമുക്കെന്താ? ചുവന്ന പന്തുകളുടെ എണ്ണം നമുക്ക് ഓൾറെഡി അറിയാം. ചുവന്ന പന്തുകളുടെ എണ്ണം നമുക്ക് എന്താണ്? ഓൾറെഡി നമുക്ക് അറിയാം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ എന്ന് പറഞ്ഞാൽ റെഡ് ബോളുകൾ ആകെ ഉള്ളത് 18 റെഡ് ബോളാണുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് ബോളിന്റെ എക്സ് ആണെങ്കിൽ ഇതാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ശരിയല്ലേ? P is equal to 18/x അല്ലേ നമ്മളുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ അത് എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? ഈക്വൽ ടു 1/4 ആണ്. ഇതാ ഇക്വേഷൻ. എക്സ് കണ്ടുപിടിച്ചാൽ മതി. ഇനി എക്സ് കണ്ടുപിടിച്ചാൽ എങ്ങനെയാ ചെയ്യാ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. 18 × 4 എത്രയാ? 18 36 72 ഈക്വൽ ടു എക്സ് × 1 എക്സാ. അപ്പോൾ ടോട്ടൽ നമ്പർ ബോൾ എത്രയാ? 72 ആണ്. ഒരൊറ്റ സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്തുകൊണ്ട്? നമ്മൾ എക്സ് അറിയാവുന്നത് കൊണ്ട്. അപ്പം എന്ത് ചെയ്യാം? നമുക്ക് ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി ഓരോന്നോരോന്നായിട്ട് ഒന്നാമത്തെ പാഠം ഒന്ന് പഠിക്കും. ഇത് മൊത്തം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. പറ്റുക നിങ്ങളെ മാത്സിൻ്റെ സാർക്കും ഷെയർ ചെയ്ത് കൊടുക്കും. ഇത് നല്ല വീഡിയോസ് അറിയാമെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പം ബൈ. താങ്ക് യു.